വർഷങ്ങളായി നടന്നു വരുന്ന മുടക്കം കൂടാതെ നടന്നു വരുന്ന ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ കർത്താവ് വേഗം ഓരോന്നിനും മറുപടികൾ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്തോത്രം. വിശേഷിച്ച് ഇന്ന് രാത്രി നമ്മുടെ ക്ഷണം സ്വീകരിച്ച ശുശ്രൂഷയ്ക്കായി കടന്നു വന്ന അനുഗ്രഹിക്കുന്ന ദൈവദാസി ലിൻസി ജെയ്സിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ലീലാമാൻറ്റി ബാംഗ്ലൂരിലെ ആൻറ്റിയാണ് ആ പ്രിയ സിസ്റ്ററെ പരിചയപ്പെടുത്തിയത്. കർത്താവിൻ്റെ ദാസിയിൽ കർത്താവ് നൽകിയിരിക്കുന്ന നല്ലൊരു അഭിഷേകവും ശുശ്രൂഷയുമുണ്ട്. ഇന്ന് രാത്രിയിൽ ആത്മാവിൻ്റെ നിയോഗം പോലെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മോട് സംസാരിക്കും. സ്തോത്രം. പരിചയപ്പെടുത്തും. പ്രാർത്ഥനയോട് നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവിൻ്റെ ദാസിയെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രി സമയം നമുക്ക് ഒരുമിച്ച് ദൈവപാദാംബിയെ അടുത്തു വരുവാൻ കർത്താവ് സഹായിച്ചവൻ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും നമുക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് ഈ സാവകാശങ്ങളും അവസരങ്ങളും ഒരുക്കിയതിന് ദൈവത്തിന് ഇന്ന് രാത്രികാലം നന്ദി പറയുന്നു. സ്തോത്രം. പ്രത്യേക പ്രിയ ലീലാമാമയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ലീലാമാമ ഹല്ലേലൂയാണ് ജോസ് പാസിനെ പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒന്ന് കയറണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഹല്ലേലൂയ ഈ സൂമിനകത്ത് കയറുവാൻ കർത്താവ് സാവകാശം ഒരുക്കിയത്. പ്രിയ ലീലാമാമയുടെ കാഴ്ചപ്പാടുകൾക്കായി, എല്ലാ ദൈവിക ദർശനങ്ങൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ തന്നെ ഓസ്ട്രേലിയയിലുള്ള തലമുറകള് അല്ലെങ്കിൽ ഒന്നിച്ച് പ്രാർത്ഥിപ്പാനും ഒക്കെ ഞങ്ങൾക്ക് സാവകാശങ്ങളും അവസരങ്ങളും ഒക്കെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രികാലം കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോസ് പാസിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവരാജ്യത്തിനു വേണ്ടി ഓടുവാനും പ്രിയ കർത്താവിന്റെ ദാസനെ ഇന്ന് വരെ ദൈവം സഹായിച്ചല്ലോ, വീണ്ടും ദൈവം സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. രാത്രികാലം കൂടി വന്ന എല്ലാ ദൈവജനത്തിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇപ്പൊക്കെ നമ്മളൊക്കെ കിടക്കേണ്ട ടൈമാണ്. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം, രാജ്യങ്ങളിലായതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഈ സമയത്ത് ബഹറിലുള്ള ഖത്തറിലുള്ള ഒരു കുഞ്ഞ് ഹല്ലേലൂയ ഇന്ന് ഞങ്ങളുടെ സൂമിനകത്ത് കയറിയിട്ടുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ ദൈവജനങ്ങൾക്കും ദൈവദാസന്മാരുണ്ടല്ലോ, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. അല്പസമയമുള്ളൂ. ഞങ്ങൾ പുതുപ്പള്ളി ദേശം, കോട്ടയം പുതുപ്പള്ളിയിലാണ് താമസിച്ചു വരുന്നത്. ഞങ്ങൾ ഹല്ലേലൂയ ദീർഘവർഷങ്ങളായി കർത്താവിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് സഹായിച്ചു. എൻ്റെ 23-ാമത്തെ വയസ്സ് മുതൽ കർത്താവിന് വേണ്ടി ദൈവവേലയ്ക്കായി ഇറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. അന്നു മുതൽ ഇന്നു വരെയും കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി, വിശ്വസ്തതകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പുതുപ്പള്ളിയിലെ ഞങ്ങളുടെ ഭവനത്തിന്റെ മുകളിൽ ഒരു പ്രയർ ഹോൾ ഉണ്ട്. ഞങ്ങൾ പ്രയർ ഹോളൊക്കെ പണിത് സൗണ്ട് പ്രൂഫൊക്കെ ചെയ്ത് 150ഓളം പേര് എല്ലാ തേഴ്സ്ഡേയിലും എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ കൂടി വരുന്നുണ്ട്. വ്യാഴാഴ്ച ഞങ്ങൾക്ക് സഭാ ചാർജ് ഇല്ല. ഞങ്ങൾ കൂടി വരുന്നത് IPCയിലാണ്. ഹല്ലേലൂയ. ഞങ്ങൾ കൂടി വരുന്നത്. സ്തോത്രം. ഞങ്ങളുടെ എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾക്ക് പല ദേശങ്ങളിൽ നിന്ന് അനേക വ്യക്തി ജീവിതങ്ങൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. അതൊരു വലിയ വിടുതലായി. രാവിലെ മുതൽ 10 മണി മുതൽ തുടങ്ങിയാൽ 1:30-2 മണി വരെ പ്രയർ ഉണ്ട്. അത് കഴിയുമ്പോൾ ഒത്തിരി പേര് പ്രാർത്ഥിക്കാനും കടന്നു വരുന്ന പല ദേശങ്ങളിൽ നിന്നും ഒക്കെ കടന്നു വരുവാൻ കർത്താവ് സഹായിക്കും. ദൈവം തന്ന കാഴ്ചപ്പാടുകള്, ദൈവം തന്ന ദർശനങ്ങൾ അനേകരെ ഇതിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ, അനേക സഭകൾക്ക് കൊടുക്കുവാൻ ഒക്കെ ദൈവമായി കർത്താവ് സഹായിക്കുന്നു. കർത്താവ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. എന്റെ പിതാവ് കർത്താവിന്റെ വേലയിൽ ഇപ്പോഴും സഭാചാർജ് അനുബന്ധിച്ച് നിൽക്കുന്നു. അവർ AG ചർച്ചിനോടനുബന്ധിച്ച് നിൽക്കുന്നു. പപ്പ ഇപ്പൊ ശുശ്രൂഷിക്കുന്ന ചിറ്റാറ ആനപ്പാറ AG ചർച്ചിലാണ്. ഞങ്ങൾ 4 പെൺതലമുറയും ഒരു ആൺതലമുറയുമാണ്. 5 പേരാണ് എന്റെ സഹോദരങ്ങള്. ഞങ്ങൾ അതിനെ ഇവിടെ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ലീലാമാമയ്ക്ക് അറിയാം. സ്തോത്രം. അല്ലെ, ഞങ്ങൾ 5 പേരാണുള്ളത്. ഹല്ലേലൂയ. ഞങ്ങൾ 5 പേരില് മൂത്ത സഹോദരി മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അവള് ഖത്തറി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ബാക്കി 4 പേരും കർത്താവിന്റെ വേലയിൽ അവിടങ്ങളായി തിരുവാൻ കർത്താവ് സഹായിക്കുന്നു. ഒരാള് ബാംഗ്ലൂര്, ഒരാൾ പഞ്ചാബ്, ഒരാള് ഹല്ലേലൂയ. എന്റെ സഹോദരന് അവന് 27 വയസ്സുണ്ട്. സ്തോത്രം. എന്റെ സഹോദരൻ പാപ്പായുടെ കൂടെ നിന്ന് അവൾ കോളേജിലെല്ലാം പഠിച്ച് പാപ്പായുടെ കൂടെ നിന്ന് ഒരു വാഗ്ദത്തമായി എന്റെ സഹോദരനെ പ്രസവിച്ചപ്പോൾ എന്റെ മാതാവ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു പോയി. 4 പെൺതലമുറയും ഒരു കുഞ്ഞു പൈതൽ 1 മണിക്കൂർ പോലും ആയില്ല എന്റെ മാതാവ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. സ്തോത്രം. എങ്കിലും കർത്താവ് ഞങ്ങളെയൊക്കെ അവിടങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു, നടത്തി. കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കൊണ്ടെത്തിച്ചു. എത്ര സ്തുതിച്ചാലും മതി വരാ. പിതാവിന്റെ ഒരു കണ്ണുനീരും പ്രാർത്ഥനയുമാ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
സ്തോത്രം. എന്റെ പപ്പ എടുത്തു പള്ളിയിൽ നിന്നും പാരമ്പര്യത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചൊരു വ്യക്തിയാ. വിശ്വാസത്തിനു വേണ്ടി കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ഇങ്ങനെ ഒരു മകൻ ഇല്ലെന്ന് പറഞ്ഞ് എന്റെ അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട സമയത്തും ആരും സഹായിപ്പാനില്ലാതിരുന്നപ്പോഴും ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയില്ല. ഈ ക്രിസ്തുവിൽ തന്നെ അടിയുറച്ച് നിൽക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം. ഒരുപാട് അന്നൊന്നും പൈസയൊന്നുമില്ല. എന്റെയൊക്കെ ഞാൻ ജനിച്ചു കഴിഞ്ഞ സ്തോത്രം ഹല്ലേലൂയ ആ സമയത്തൊന്നും പൈസയൊന്നുമില്ല. എങ്കിലും ഒരു വാടക വീടെടുത്ത് ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ ബൈബിൾ കോളേജിൽ പോകുവാൻ, അത് കഴിഞ്ഞ അല്ലെങ്കിൽ എ ജി ചർച്ചിനോടനുബന്ധിച്ച് പല ദേശങ്ങളിൽ ശുശ്രൂഷിപ്പാൻ 40 വർഷമായി കർത്താവിന്റെ വേലയിലായി തീരുവാൻ എന്റെ പിതാവിനെ സഹായിക്കുന്നു. സ്തോത്രം. അഭിമാനത്തോടെ ഞാൻ പറയാം, എന്റെ 5 സഹോദരങ്ങൾ 4 പേരും കർത്താവിന്റെ, ഇതാണ് ഏറ്റവും വലിയ മഹത്വം, ഏറ്റവും വലിയ സമ്പത്ത്. മക്കൾ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഹല്ലേലൂയ ആ ചർച്ചിൽ നിൽക്കുമ്പോൾ സഹോദരങ്ങളൊക്കെ ഒന്നിച്ചു കൂടുമ്പോ ഹല്ലേലൂയ ഭർത്താക്കന്മാരും മക്കളും എല്ലാം ഒന്നിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ, ഒരാൾ ശുശ്രൂഷിച്ചു കഴിയുമ്പോൾ അടുത്ത ആൾ ശുശ്രൂഷിക്കുന്നു. അതൊക്കെ ഒരു ഭാഗ്യ പദവിയാ, പിതാവിനോടുള്ള വാക്തത്വമാ. ആ വാക്തത്വം ഹല്ലേലൂയ ഇന്ന് വരെ നിവർത്തീകരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. അനേക കഷ്ടങ്ങൾ, അനേക പ്രതിസന്ധികൾ, അനേക വെല്ലുവിളികൾ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞൊടിച്ചപ്പോഴും അവിടെയെല്ലാം താങ്ങി നടത്തിയത് എന്റെ കർത്താവാണ്. എന്റെ കർത്താവിനെ എത്ര മഹത്വപ്പെടുത്തിയാലും, എന്റെ കർത്താവിനെ എത്ര ഉയർത്തിയാലും മതിവരാതെ വണ്ണം ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾ ദീർഘവർഷങ്ങളായി ഹല്ലേലൂയ സ്തോത്രം 23 വയസ്സ് മുതൽ കർത്താവിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് സഹായം. അനേക ദേശങ്ങളിലും അനേക രാജ്യങ്ങളിലും ഒക്കെ കടന്നു പോവാൻ അവകാശങ്ങളും അവസരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആദ്യമായതുകൊണ്ട് സൂമിൽ ഈ ജോസ് പാസ്റ്ററുമായുള്ള സൂമിൽ ആദ്യമായതുകൊണ്ടാണ് എന്റെ സാക്ഷ്യം പറഞ്ഞത്, പരിചയപ്പെടുത്തിയത്. അല്ലെങ്കിൽ അല്പസമയം നമ്മുടെ മുമ്പിലുണ്ട്. വചനത്തിന് മുമ്പിലായി നമുക്ക് ദൈവസന്നിധിയിലായി തീരാം. വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിന്റെ മഹത്വം ആ വചനത്തിന്റെ അകത്തൂടെ വെളിപ്പെടുവാ, വചനത്തിന്റെ അകത്തൂടെ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുക, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുക, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുക. ഇന്നു രാത്രികാലം സ്വർഗം ഇടയാക്കണം. അല്പസമയം ദൈവസന്നിധി ജാഗരിച്ചാട്ടെ. എല്ലാ ചിന്തകളൊന്നും മാറിക്കട്ടെ, എല്ലാ വിചാരങ്ങളൊന്നും മാറ്റിക്കട്ടെ. അതരേ ഹന്തലജാതികരകൾ കടകസ്യ. അല്പസമയം നാവ് കൊണ്ട് അന്തുരിയാരകൾ കടകസ്യാരവ. ഇന്ന് രാത്രികാല നാവിൽ ആത്മാവിന്റെ ശക്തിയാ, ആത്മാവിന്റെ കൃപയാൽ നിറയുക. അന്യഭാഷ അടയാളങ്ങളോടുകൂടി അന്യഭാഷയാൽ നിറയപ്പെടുക. ഇന്നു രാത്രികാലം വെളിപ്പെടേണ്ട ദൈവിക വിടുതലുകളാ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം വെളിപ്പെട്ടു വരുക. ചില കോട്ടകൾ അഴിയുക, ചില ബന്ധനങ്ങൾ അഴിയുക, ചില കെണികൾ തകരുക. ഇന്ന് രാത്രികാല സ്വർഗം ഇടയാക്കട്ടെ. ഒരു വലിയ വിടുതലുകള്, നാളുകളെ പ്രാർത്ഥിക്കുന്ന വിഷയ, നാളുകളെ നിലവിളിക്കുന്ന വിഷയ, നാളുകളായി കരയുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടുക, ദൈവിക വിടുതലുകൾ വെളിപ്പെടുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി അതിലെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ് ഞാൻ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. യഹോവ തന്റെ ജനത്തിനു ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. സ്തോത്രം. യഹോവ തന്റെ ജനത്തിനു ശക്തി നൽകും. സ്തോത്രം. യഹോവ ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ആ വചനത്തെ തൊട്ട് അല്ലെങ്കിൽ ഒന്ന് കരം വെച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാട്ടെ. വാക്കുകൾ മാറിപ്പോകുമായിരിക്കാം, പ്രവചന ശബ്ദമൊക്കെ മാറിപ്പോകുമായിരിക്കാം, എന്നാൽ വാക്കിന് മാറ്റം വന്നാലും എന്റെ യേശുപ്പച്ചന്റെ വചനത്തിന് മാറ്റമില്ല. വചനം അത് നമ്മുടെ ജീവിതത്തിൽ അത് നിവർത്തീകരിക്കും. ഇന്ന് രാത്രികാലം വചനം മാറത്തില്ല എങ്കിൽ ആ വചനത്തെ തൊട്ടെന്ന് പറഞ്ഞാട്ടെ. യഹോവ എനിക്ക് ശക്തി നൽകും, യഹോവ എനിക്ക് ശക്തി നൽകും. എന്റെ ദൈവം എനിക്ക് ശക്തി നൽകാൻ പോവാ. എന്റെ ദൈവം എനിക്ക്, ഞാൻ ക്ഷീണിച്ച ഇടത്തി, ഞാൻ തകർന്നു പോകുന്ന ഇടത്തി, ഞാൻ ഹല്ലേലൂയ എങ്ങനെയെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് ദൈവം എനിക്ക് ശക്തി തരാൻ പോകുന്നെന്ന് ഇന്ന് രാത്രികാല വിശ്വാസത്തോടൊന്ന് പറയുമ്പോ കർത്താവിന് രാത്രികാല ഇടപെടുക. ദൈവം നമുക്ക് ശക്തി നൽകും. അല്ലെങ്കിൽ ദാവീദ് ഉറപ്പോടെ പറയാ 29-ാം സങ്കീർത്തനത്തിൽ, ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകും.
നൽകും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഏതെല്ലാം മേഖലകളിലാണോ ദൈവശക്തി വ്യാപരിക്കേണ്ടത് ആ മേഖലകളിൽ ദൈവശക്തി വെളിപ്പെടുക, ദൈവകൃപ വെളിപ്പെടുക. ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ഒന്ന് 3 ഹല്ലേലൂയ ശക്തികളാണ് വേദപുസ്തകത്തിൽ നാം കാണുന്നത്. ഒന്നാമത്തെ ഹല്ലേലൂയ മാനുഷിക ശക്തി. എന്താണ് മാനുഷിക ശക്തി? 3 ശക്തികൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാം. ഒന്ന് മാനുഷിക ശക്തി, 2 സാത്താന്യ ശക്തി, 3 ദൈവശക്തി. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് മാനുഷിക ശക്തികളുണ്ട്, 2 സാത്താന്യ ശക്തികളുണ്ട്, 3 ദൈവശക്തിയുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു ദൈവശക്തിയാണ്. ഇന്ന് രാത്രികാലം ദൈവജനത്തിന്റെ മേൽ ദൈവം ദൈവശക്തി തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് മാനുഷിക ശക്തി. ഹല്ലേലൂയ. സ്തോത്ര. മാനുഷികമായ ശക്തികൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാനുഷിക ശക്തികൾ ദൈവജനത്തെ തളർത്തിക്കളയും, ക്ഷീണിപ്പിക്കും, ബലഹീനമാക്കും. എന്നാൽ ഈ ശക്തിയുടെ മുകളിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി ദൈവജനം ഇന്ന് രാത്രികാലം ഏറ്റെടുക്കണം. ഞാൻ എവിടെ പോയാലും, ഏത് മീറ്റിങ്ങിൽ പോയാലും, ഏത് സെന്ററിന്റെ മീറ്റിങ്ങിൽ പോയാലും ഞാൻ ഒരു കാര്യം പറയുന്നു, മാനുഷിക ശക്തികളെക്കാൾ ഉപരി നമ്മളിൽ വ്യാപരിക്കേണ്ടത് ഒരു ദൈവീക ശക്തിയാ. ഇന്നൊരു രാത്രികാലം ദൈവശക്തി എന്റെ മേൽ വെളിപ്പെട്ടു വരാൻ ഇന്ന് രാത്രികാലം എത്ര പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവശക്തി വെളിപ്പെടാൻ പോവാൻ ഇന്നു രാത്രികാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. മാനുഷിക ശക്തി നിന്നെ ബലഹീനമാക്കും. അല്ലയോ ദാവീദിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഗോലിയാത്ത മാനുഷിക വെല്ലുവിളികളാ. പക്ഷേ അവൻ അപ്പനില്ലാത്ത ഒരു അഭിഷേകം, വ്യക്തികൾക്കില്ലാത്ത അഭിഷേകം, സഹോദരന്മാർക്കില്ലാത്ത ഒരു ദൈവശക്തി ആരുടെ മേലുണ്ട്? ഒരു ദാവീദിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അപ്പനില്ലാത്തത്, മറ്റു സഹോദരന്മാർക്കില്ലാത്തത്, അപ്പൻ കൊടുക്കാത്ത ഒരു ശക്തി ദാവീദിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ദാവീദിന്റെ മേൽ ദൈവശക്തി ഉള്ളപ്പോൾ അവന്റെ മുമ്പിൽ നിൽക്കുന്നത് മാനുഷികമായ ചില വെല്ലുവിളികൾ. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ പടയോട്, ഇസ്രായേൽ ജനത്തോട് അങ്ങനെ ഫെലിസ്ത്യൻ നിന്ന് വാദിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ആ വേദഭാഗം അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. 1 ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യം വായിക്കുമ്പോ അവന്റെ പൊക്കം, അവന്റെ വലിപ്പം, അവന്റെ സകലതും അവിടെ ഹല്ലേലൂയ ഒന്നായിട്ട് ഹല്ലേലൂയ അത് വെളിപ്പെടുത്തുമ്പോ അവന്റെ പൊക്കവും ഗുണവും രൂപവും ഭംഗിയും എല്ലാം വെളിപ്പെടുത്തുക. പക്ഷേ ഇത് മാനുഷികമായ വെല്ലുവിളിയാ, നേർക്ക് നേരെ നിന്ന് വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയാ. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആരാധിക്കുന്ന ദൈവവൈതലേ, മാനുഷികമായ വെല്ലുവിളികൾ വാക്കുകൊണ്ട് നിനക്കെതിരെ പോരാടുമ്പോ മനസ്സിലായോ? വാക്കുകൾ കൊണ്ട് ചിലപ്പോ നിനക്ക് നേരെ നേരെ നിന്ന് നിന്നോട് വാദിക്കുമായിരിക്കാം. നിന്നെ തകർക്കും. നിന്നെ തകർക്കും. അയ്യോ, ഇസ്രായേൽ പടയെ ഞാൻ തകർത്തോ, അവനെ ഞാൻ മുടിച്ചു കളയോ, ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ മാനുഷിക വാക്കുകൾ കൊണ്ട് നിന്നെ തളർത്തും. ശരിയാ. പക്ഷേ ദാവീദ് എന്ത് ചെയ്തെന്നറിയാമോ? അവന്റെ മേൽ പകർന്നൊരു അഭിഷേകമുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാ, മാനുഷിക വെല്ലുവിളികൾ വാക്കുകൊണ്ട് നിന്നെ തളർത്തും, ചിലപ്പോ നിന്നെ ക്ഷീണിപ്പിക്കും, നിന്നെ മടുപ്പിക്കും, നിന്നെ ഇല്ലായ്മയാക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഇന്ന് രാത്രിക്കാലം ഇതിനകത്ത് ജോയിൻ ചെയ്തവരോട് ആത്മനിയോഗത്താൽ വിളിച്ചു പറയാ, ഈ ദിവസങ്ങളിൽ നമ്മെ അലട്ടുന്ന മാനുഷിക വെല്ലുവിളികൾ നിന്നോട് വാദിച്ചോണ്ട് പറയാ, നീ മുന്നോട്ട് പോകത്തില്ല, ഒന്ന് കാണട്ടെ, നീ എഴുന്നേൽക്കുന്ന ഒന്ന് കാണട്ടെ, നീ ജീവിക്കുന്ന ഒന്ന് കാണട്ടെ, ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒന്ന് കാണട്ടെ, എന്നൊക്കെ വാദിച്ചു നിനക്കെതിരെ പോരാടുമ്പോ ഇന്നു രാത്രി വെളിപ്പാട് കണ്ടോണ്ട ആത്മനിയോഗത്താൽ ഒരു ദൂത് പറയാ, ഇതിനെല്ലാം ജയിക്കുന്ന ഒരു ആത്മശക്തി പ്രാർത്ഥിക്കുന്ന
പ്രാർത്ഥിക്കുന്ന ദൈവവൈരങ്ങളെ ഉദരവാ ദിഗന്തലെ രാത്രികാലം എത്ര പേരാ ഒന്നുകൂടെ നിന്ന് ബലപ്പെടാൻ കഴിയും. അരേ ആനി റെജി പ്രിയ ആന്റിയോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ, ബന്ധനെ ജുഗൽക്കടിയ ദൂരപ്രൗഢ, അനേക കഷ്ടങ്ങൾ, അനേക പ്രതിസന്ധികൾ, അനേക വെല്ലുവിളികൾ നിന്റെ ജീവിതമാകുന്ന പടകിന് നേരെ ആഞ്ഞൊടിച്ചു. അമ്പലവേദി ഘടക ചുരത തൂരകളയും തകർത്തുകളയും ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞോ നിന്നോട് വാദിച്ച മേഖലകൾ ഒന്ന് കരയുയർത്തിക്കട്ടെ. ആനിറജി അരകെ രഗത്തുരിയ രഗക്ഷസ് ഒന്ന് കരയുയർത്തിക്കട്ടെ. ആനിറജി ആന്റി കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അതെ, മാനുഷികമായ വെല്ലുവിളികൾ നിന്നെ തകർത്തു കളയുവോ, നിന്നെ ഇല്ലാതാക്കി കളയുവോ, നിന്നെ മുടിച്ചു കളയുവാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഏതെല്ലാം ശക്തികൾ നിനക്കെതിരെ വാദിച്ചാലും നിന്റെ മേൽ ഒരു ആത്മശക്തിയുണ്ട്. ഇപ്പോൾ നീ നീ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുക, ഇടുങ്ങിയിരിക്കുക. എന്നെ കാണിക്കുന്ന വെളിപ്പാട് നീ ഒതുങ്ങിക്കൂടിയിരിക്കുക. പക്ഷെ ദൈവാത്മാവരെ നിന്നെ പുറത്തെടുക്കുന്ന ദിവസങ്ങൾ, നിന്നെ പണിയുന്ന ദിവസങ്ങളാ, നിന്നെ പുറത്തെടുക്കുന്ന ദിവസങ്ങളായത്. ഇന്ന് രാത്രിക്കാലം നീ വിശ്വാസത്തോടെ പറ, എന്നെ പുറത്തെടുക്കുന്ന സമയമായി. എന്തിനാണെന്നറിയാമോ? ചിലതിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ഇന്നലെ വരെ നിന്നോട് വാദിച്ചത്, ഇന്നലെ വരെ നിന്നോട് പോരാടിയത്, ഇന്നലെ വരെ നിന്നോട് വെല്ലുവിളിച്ച പാരമ്പര്യ ശക്തികളെ, അതിന്റെ വെല്ലുവിളികളെ ചാടിക്കടക്കുക. ഒരു ആത്മശക്തിയാ നിന്നെ മുൻപിൽ നിർത്തുന്ന തലങ്ങള് ഇതാ വെളിപ്പെട്ട് വരാൻ പോകുന്ന ശക്തമായ ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് രാത്രിക്കാലം നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്. ആത്മശക്തിയെ ഈ ദിവസങ്ങളിൽ പുതുക്ക. ദൈവാത്മാവിൽ ആലോചന തരിക. ഒതുക്കുന്ന സകല മണ്ഡലങ്ങളെ, പുറത്തു വരുത്തില്ലെന്ന് പറയുന്ന മേഖലകളെ എഴുന്നേറ്റ് തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടവൾ, ആത്മനിയോഗത്താൽ മുൻനിറി നിൽക്കേണ്ടവള്, ആത്മശക്തിയോടെ പ്രവചിക്കേണ്ടവളെ, ഒതുക്കിക്കളയുന്ന മേഖലകളിൽ കർത്താവിന് രാത്രി ദൂത് വിളിച്ചു പറയാ, ഒരു വാഗ്ദത്തം ഇതാ വെളിപ്പെട്ട് വരാൻ പോവാ, ഒരു വാഗ്ദത്തം ഇതാ വെളിപ്പെട്ട് വരാൻ പോകുന്നു. ആയതിനെ ദിവസങ്ങളിൽ ഒരുങ്ങട്ടെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില് ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ മുമ്പില് ഹല്ലേലൂയ സ്തോത്ര, നമ്മൾക്ക് വലിപ്പമുള്ളതെന്ന് തോന്നുമാറ് സ്തോത്ര. ഒന്നാമത്തെ നമുക്ക് തോന്നിക്കുക, നമ്മളെ തോന്നിപ്പിക്കുക ചിലതൊക്കെ. അയ്യോ എന്നേക്കാ വലിപ്പമാ, ഞാനിപ്പോ ഇവന്റെ മുമ്പിൽ വീണു പോകും, ഞാനിപ്പോ ഈ വാക്കിന്റെ മുമ്പിൽ തകർന്നു പോകും, ഈ വാക്കിന്റെ മുമ്പിൽ ഞാൻ ക്ഷീണിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തോന്നിപ്പിക്കുന്ന ദുരാത്മ മണ്ഡലങ്ങളെ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ചിന്തിച്ചിട്ട് ആരാഞ്ഞറിഞ്ഞിട്ട് നമ്മളിൽ എന്താണ് വ്യാപരിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ആത്മനിയോഗത്താൽ അതിനോട് പോരാടാൻ ഇന്ന് രാത്രികാലം തയ്യാറാകട്ടെ. സ്തോത്രം. മനസ്സിലായോ ദൈവമക്കളെ? നമ്മുടെ മുമ്പില് ഹല്ലേലൂയ സ്തോത്രം വലിയ പ്രശ്നങ്ങൾ കൊണ്ടിടും, വലിയ പ്രതിസന്ധിയാന്ന് കാണിക്കും. പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഹല്ലേലൂയ സ്തോത്രം നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ പദ്ധതികൾ, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന സാത്താന്യ ശക്തികളെ ഇന്നു രാത്രികാലം നീ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ആത്മനിയോഗത്തെ നീ പറയണം, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് വരുന്നത് കേട്ടോ. ആ നാമത്തിന്റെ ശക്തി നിന്റെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. മുന്നോട്ടുള്ള പ്രയാണത്തില് നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ജാതിക പോരുകൾ, ജാതിക വെല്ലുവിളികൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, ഇരുട്ടിന്റെ ശക്തികൾ, നിനക്കെതിരെ തൊടുത്തുവിടുന്ന അന്യായ കെട്ടുകൾ, അന്യായ ബന്ധനങ്ങളുടെ മേൽ ഇന്നു രാത്രികാല ആത്മനിയോഗത്താല യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഇന്ന് രാത്രികാല ചിലതിനെ ആത്മനിയോഗത്തെ നീ അതിനെ ജയിക്കണം. എത്ര പേർ ജയിക്കാൻ തയ്യാറാകുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ മനസ്സിലാക്കുന്നതാ, ഇത് ദൈവാത്മ നിയോഗം തന്നത് കൊണ്ടാ ഈ വചനം ഞാൻ എടുത്തത്. നമ്മളിൽ ഒരു ദൈവശക്തി ഉണ്ടാ. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നമ്മളിൽ ഒരു ദൈവശക്തി ഉണ്ടോ? ഭൂകമ്പങ്ങൾ, ക്ഷാമം, അല്ല യുദ്ധം അവിടെ ഉയരുമ്പോൾ, അല്ല പ്രതികൂല സാഹചര്യങ്ങൾ ഉയരുമ്പോ ഒറ്റ കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ വചനത്തിനകത്തുണ്ട്.
പക്ഷേ ഞാൻ എന്നെ തന്നെ ഒരുക്കിയെടുക്കണം. സ്തോത്ര. ഞാൻ എന്നെ തന്നെ കണ്ടുപിടിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ കണ്ടുപിടിച്ച് ആത്മശക്തിയാൽ ദിവസങ്ങളിൽ ഉണരാൻ തയ്യാറായാൽ ഹല്ലേലൂയ, മണവാളന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. മണവാളൻ ഇതാ വേഗം വരിക. ആ മണവാളൻ വേഗം വരുമ്പോ നമ്മെ ചേർക്കാൻ ഒരുങ്ങിയിരിക്കുമ്പോ നാം ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ഇന്ന് രാത്രിക്കാലം കണ്ടുപിടിച്ച ഉണരാൻ ഇന്ന് രാത്രിക്കാലം തയ്യാറാകട്ടെ. അങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് ഇന്ന് രാത്രിക്കാലം ദൈവം ഇതിനെ തീർക്കട്ടെ എന്ന് ആത്മാവ് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവവൈക്കളെ, നിനക്കെതിരെ വെല്ലുവിളികള്, മാനുഷിക ശബ്ദങ്ങള്, മാനുഷ്യ കെണികള്, മാനുഷ്യ കുരുക്കുകള്, ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവ് ഞാൻ പറയാ, മാനുഷിക വാദങ്ങൾ, മാനുഷിക ശക്തികൾ നിന്നോട് മാത്രമല്ല യേശുവിനോടും വാദിച്ചു അല്ലേ? യേശുവിന്റെ നാമത്തിൽ രണ്ട് ശക്തികൾ യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാതിരിക്കാൻ നോക്കി. മാനുഷിക ശക്തികൾ, അമാനുഷിക ശക്തികൾ. പക്ഷെ ഇതിനെയൊക്കെ ജയിച്ചത് എന്താണെന്നറിയാമോ? അല്ലെ, പുനരുദ്ധാനത്തിന്റെ ശക്തിയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ രണ്ട് ശക്തികളെ, അല്ലെങ്കിൽ മാനുഷിക ശക്തികളെ, നിനക്കെതിരെ വരുന്ന തൊടുത്തുവിടുന്ന മാനുഷ്യ കെണികളെ ജയിക്കണമെങ്കിൽ നമ്മളിലൊരു പുനരുദ്ധാനത്തിന്റെ ശക്തി, ജീവിപ്പിക്കുന്ന ശക്തി, വിടുവിക്കുന്ന ശക്തി, ഉയർത്തുന്ന ശക്തി ഇന്ന് രാത്രികാലം നമ്മളിൽ അത് വെളിപ്പെട്ടു വരാൻ എത്ര പേർ തയ്യാറാകുന്നു? എത്ര പേർ ഉണരാൻ തയ്യാറാകുന്നു? ഹല്ലേലൂയ. ഒരു സൂം മീറ്റിംഗ് നടത്തിയെന്ന് കാര്യമില്ല. ദൈവമക്കളെ, ഞാൻ ഇന്ന് രാത്രി ഇതിനകത്ത് വിളിച്ചു പറയാ, നമ്മളെ തന്നെ കണ്ടുപിടിച്ച് ഒന്നുകൂടെ ഒന്ന് ഉണരാൻ. കാരണം കാലം അതിന്റെ അന്ത്യത്തിലെ എത്തുമ്പോ ഹല്ലേലൂയ, സമയമിതാ വേഗമായി. നമ്മുടെ സമയത്ത് തന്നെ യേശു വരുമെന്നുള്ള, യേശു ക്രിസ്തു വരുമെന്നുള്ള ലക്ഷണങ്ങൾ അവിടങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുമ്പോ നാം ഒതുങ്ങിക്കൂടി പിന്മാറ്റ അനുഭവത്തിലേക്ക് പ്രാർത്ഥിച്ചവര് മടങ്ങിപ്പോയി പള്ളിയിലേക്കും പലയിടങ്ങളിലേക്കും പോകുമ്പോൾ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാ, ആത്മാവിൽ ഇന്ന് രാത്രികാല ആത്മശക്തിയെ പുതുക്കട്ടെ. എങ്ങനെയെങ്കിലും സാത്താൻ അവന്റെ പൂണിക്കകത്ത് കൊണ്ടിടുമെന്ന് പറഞ്ഞ അരകം ദുരകം ധീരവരകത രകൽക്കടകസ്യ കൊണ്ടിടാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രികാല ആത്മനിയോഗത്തെ ഞാനൊരു കാര്യം അറിയാ, ഇന്ന് രാത്രികാലം നാം നമ്മെ തന്നെ കണ്ടുപിടിച്ച് ആത്മനിയോഗത്താലോ ബുദ്ധിയോട് ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ കണ്ടുപിടിച്ച് ഉണരാൻ ഇന്ന് രാത്രികാലം ഇതിനകത്ത് തയ്യാറായ കർത്താവ് പറയുന്നു, നമ്മെ മാനിക്കുന്ന ഒരു ദൈവം, നമ്മെ വിടുവിക്കുന്ന ദൈവം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എത്ര പേർ ഇതിനോട് ആമേൻ പറയുന്നു? നമുക്കെതിരെ എത്ര വെല്ലുവിളികൾ, എത്ര സാത്താന്യ ശക്തികൾ നമുക്കെതിരെ കടന്നു വന്നാലോ അതിന്റെ നടുവിൽ നമ്മെ വിടുവിക്കുന്ന ഒരു വിടുവിക്കുന്ന ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രികാലം തിരിച്ചറിഞ്ഞ ഈ രാത്രികാലം പോരാടാൻ എത്ര പേർ തയ്യാറാകുന്നു? കർത്താവേ, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ മക്കളെ, യേശുവേ, യേശുപ്പേ, അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണേ. അപ്പ അങ്ങ് എന്നെ ഒന്ന് കണ്ണ തോന്നിയെങ്കിൽ അഥവാ എന്നെ ഒന്ന് ഇനിയും സഹായിക്കണമെന്ന ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ തയ്യാറായ ദൈവാത്മാവ് ഞാൻ ഒരു നിയോഗം തരുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ടൈമോട് എടുക്കുമ്പോ നമ്മളെ എങ്ങനെ സാത്താന്റെ പൂണിക്കകത്ത് ആക്കി തീർക്കുവാ, അവൻ അതിൻ്റെതായ കെണി ഒരുക്കി കുരുക്കൊരുക്കി പ്രാർത്ഥിക്കുന്നവരെ പോലും ആത്മനിയോഗത്തിൽ നിൽക്കുന്നവരെ പോലും പുറകോട്ട് വലിക്കുമ്പോ ഇന്ന് രാത്രികാലം കർത്താവേ, ആ കുരുക്കിലും കെണിയിലും ഞങ്ങൾ അകപ്പെടാൻ അനുവദിക്കരുത് യേശുവേ എന്ന് പറഞ്ഞ അപ്പനോട് ഇന്ന് രാത്രികാലം നിലവിളിക്കാൻ തയ്യാറായ കർത്താവ് പറയുന്നു, നമ്മെ അന്ത്യം വരെ എത്തിക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മെ അന്ത്യം വരെ എത്തിക്കൂ. ഹല്ലേലൂയ. മേരിക്കുട്ടി ആന്റി, ദൈവാത്മാവ് ഞാൻ ഒരു നിയോഗം പറയാ, നിന്നിലൊരു ആത്മശക്തി ഉണ്ടെന്ന് ഹല്ലേലൂയ ശത്രുവിനറിയാം. പലപ്പോഴും നിന്നെ ക്ഷീണിപ്പിക്കുന്നു, നിന്നെ രോഗിയാക്കുന്നു, നിന്നെ ബലഹീനമാക്കുന്നു, നിന്നെ ഹല്ലേലൂയ മാനുഷിക ശക്തികൾ ഇട്ട് നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുക. എന്നാൽ ദൈവാത്മാവ് ഞാൻ ഒരു നിയോഗം പറയുന്നു, നീ ആത്മശക്തിയെ പുതുക്കിയ ചിലതിനെ വിവേചിക്കുവാ, ചിലതിനോട് ദൂത് പറയുവാ, ചിലതിനോട് ആലോചന പറയുവാ. ദൈവം നിനക്കൊരു നിയോഗം തരുമെന്ന ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. ശത്രു എത്ര പോരാടിയാലും, ദൂഷ്ടൻ എത്ര പോരാടിയാലും നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കയില്ലെന്ന് ദൈവാത്മാവിൽ ആലോചന തരിക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെയും, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ
ിക്കുന്ന ദൈവമക്കൾക്കെതിരെ ഹല്ലേലൂയ മാനുഷിക ശക്തികൾ കെണിയായി വരും. മാനുഷിക വെല്ലുവിളികൾ, മാനുഷിക ശക്തികൾ നിനക്കെതിരെ പ്രാർത്ഥിക്കുന്നവനെതിരെ കടന്നു വരുമ്പോ ദൈവാത്മാവിൽ ഞാൻ പറയാ, അതിൻ്റെ അകത്ത് നീ ക്ഷീണിച്ചിരിക്കാനല്ല, നീ തളർന്നിരിക്കാനല്ല, നീ അധൈര്യപ്പെട്ടിരിക്കാനല്ല, ആത്മശക്തിയെ ദിവസങ്ങളിൽ പുതുക്കാൻ തയ്യാറാകട്ടെ. ഹല്ലേലൂയ. എലിയാവ് ദൈവത്തിനു വേണ്ടി നിന്നവന്, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടവന്, ദൈവ വേലയ്ക്ക് വേണ്ടി നിന്നവനാ. ഒറ്റയ്ക്ക് നിന്ന് യഹോവ തന്നെ ദൈവമെന്ന് തെളിയിച്ചു കൊടുത്തതാ. പക്ഷേ എലിയാവിന്റെ ജീവിതത്തിൽ കടന്നു വന്ന മാനുഷ്യ വാക്കുകൾ ദൈവ പൈതലെ തളർത്തിക്കളഞ്ഞു. പക്ഷെ ഇന്ന് രാത്രികാലം ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാ, മാനുഷ്യ കെണികൾ നിന്നെ തളർത്തുമ്പോൾ, വാക്കുകൾ തളർത്തുമ്പോൾ നീ ദൈവ ശബ്ദത്തിന് കീഴടങ്ങണം. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവ ശബ്ദത്തിന് ദിവസങ്ങളിൽ കീഴടങ്ങാൻ തയ്യാറാകുമോ? ദൈവ ശബ്ദത്തിന് ദിവസങ്ങളിൽ കീഴടങ്ങാൻ തയ്യാറാകുമോ? ദൈവ ശബ്ദത്തിന് കർത്താവേ, ആ ശബ്ദമെന്നെ ബലപ്പെടുത്തുന്നതാ, ആ ശബ്ദമെന്നെ എഴുന്നേൽപ്പിക്കുന്നതാ, ആ ശബ്ദമെന്നെ നടത്തുന്നതാ എന്ന് പറഞ്ഞ് ഇന്ന് രാത്രികാല ദൈവ ശബ്ദത്തിന് ഈ രാത്രികാല കീഴടങ്ങാൻ തയ്യാറായ സ്വർഗം പറയാ, ഏത് വെല്ലുവിളികളെ തകർക്കുന്ന ഒരാത്മശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. എലിയാവിനെ എങ്ങനെയാ ബലപ്പെടുത്തിയത്? അയ്യോ, ഇസബേൽ ഇന്നലെ നിന്ന് വാദിച്ചു, നാളെ ഈ നേരത്ത് ഇന്നതുപോലെ ആക്കുമെന്നോ. പക്ഷേ ഇസബേൽ എത്ര വാദിച്ചാലും ഇസബേലിന്റെ ശക്തികളെ തകർക്കുന്ന അമാനുഷികമായ ഒരു ദൈവശക്തി, അതെ ഹല്ലേലൂയ, അപ്പവും വെള്ളവും കൊടുത്തു ധൈര്യപ്പെടുത്തി, ഹല്ലേലൂയ, ശബ്ദം കൽപ്പിച്ച, ഹല്ലേലൂയ, മൃദുവായ ഒരു സ്വരം കൽപ്പിച്ച ബലപ്പെടുത്തിയ ദൈവമാണെങ്കിൽ ഇന്നു രാത്രികാലം ഞാൻ ദൂത് വിളിച്ചു പറയാ, മാനുഷിക ശക്തികളെ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ മേലൊരു ആത്മശക്തി വെളിപ്പെടണം. മനസ്സിലായോ? ആത്മശക്തി ഇന്ന് രാത്രികാലം വ്യക്തിപരമായത് വെളിപ്പെടേണ്ടതാ. ഇന്നലെ വ്യാപരിച്ചു ശരിയാ, പക്ഷെ ഇന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ ആത്മാവിലെ ദിവസങ്ങളിൽ പുതുക്കാൻ തയ്യാറായ ശക്തമായ ദൈവാത്മാവ് ഇടപെടുന്നു. ഏത് ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ദൈവ കൃപയാ ഞാൻ നിങ്ങളെ നിറയ്ക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്നത് എന്തെങ്കിലും ആകാം, നിന്നെ ക്ഷീണിപ്പിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? എന്നാൽ ഇന്ന് രാത്രിക്കാൽ നീ സമർപ്പിച്ചു കൊടുക്ക. കർത്താവിനെ കാണിക്കുന്ന വെളിപ്പാട്. അരകച്ചുലതിന്റെ വാക്ക് കേട്ട് നീ ഒതുങ്ങിപ്പോയി, ശരിയാ. ചിലരുടെ അനുഭവം കണ്ട് നീ ഒതുങ്ങിപ്പോയി. അയ്യോ, എങ്ങനെയെന്ന് നീ ചിന്തിക്കുന്നു. എന്ന ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയാ, നിനക്കൊരു ദൈവമുണ്ട്, ആ ദൈവം നടത്തും. രാത്രികാലം ഒന്ന് വലങ്കരം ഉയർത്തി പറ, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ നടത്തിയിരിക്കും. ഈ ശക്തിയെ ഞാൻ ജയിക്കും. ഈ ദുഷ്ടശക്തികളെ മാത്രമല്ല, മാനുഷ്യമായ വാക്കുകൾ പറഞ്ഞ് ഒതുക്കുന്ന ശക്തിയെ ഞാൻ ജയിച്ചിരിക്കുമെന്ന് ഇന്ന് രാത്രികാല വിശ്വാസത്തിന്റെ വാക്ക് പറയണം. യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെന്നപ്പോ ഈ ആത്മാവ് ചോദിച്ച ഒരു കാര്യം, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെയാ ജയിക്കേണ്ടത്? വിശ്വാസം പറഞ്ഞ് ചിലതിനെ ജയിക്കാൻ ഇന്ന് രാത്രികാലം നാം തയ്യാറായ ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയാ, ഏത് പ്രതികൂലത്തെയും ഏത് പ്രതിസന്ധിയെയും ജയിക്കാനുള്ള ആത്മശക്തിയാൽ ദൈവം ഈ ദിവസം ദൈവജനത്തെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. രാത്രികാലം അത് ഏറ്റെടുക്കട്ടെ, ആത്മാവിൽ ദിവസങ്ങൾ ഏറ്റെടുക്കട്ടെ. മുമ്പുള്ള വെല്ലുവിളിയെ മാനുഷ്യക്കണികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. പ്രാർത്ഥിച്ചാട്ടെ ദൈവമക്കളെ. അരഗതന ഒത്തിരി വചനം കേട്ടവർ ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അരഗതി അറതി ഹമ്പൽ പ്രൗഢി അരച്ചു രഗതന്തല ഘടക പ്രൗഢ. രാത്രികാല യേശുവിന്റെ നാമത്തെ മാനുഷ്യക്കണികൾ മാറിപ്പോട്ടെ. അതിലെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ. സൂമാന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഞങ്ങൾക്ക് കോവിഡിന്റെ ടൈമിലാണ് നമ്മൾ സൂം തുടങ്ങിയത്. കോവിഡിന്റെ ടൈമിൽ ആരംഭത്തില് അല്ലെങ്കിൽ നമ്മുടെ സുല്ലാസിന്റെ ബാംഗ്ലൂരിലുള്ള സുല്ലാസിന്റെ സൂമിനകത്ത് ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആത്മനിയോഗത്താൽ ഒരു ആന്റിയോട് കിടക്കയിലായിരുന്ന ആന്റിയോട് ഒരു ദൂത് പറഞ്ഞു, ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാന്നോ. ആത്മാവിൽ പ്രാർത്ഥിച്ച നിമിഷം തന്നെ ആ ദാസി ചാടി എഴുന്നേറ്റ്. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാ, വചനം എവിടൊക്കെയാണ്? നിങ്ങൾ എന്തിനാണോ ഇന്ന് രാത്രിക്കാല ആവലോടി ഇരുന്നത്? ഈ വചനം എന്ത് ചെയ്യുന്നറിയാമോ? അതങ്ങോട്ട് ക്രിയ ചെയ്യാൻ തുടങ്ങുമെന്ന് യേശുവിന്റെ നാമത്തിൽ. അത് ക്രിയ ചെയ്യുമ്പോ ചിലപ്പോ നീ ഇപ്പോൾ ഭാരപ്പെടുന്ന ആ വിഷയം ഒരൊറ്റ
വചനത്തിനകത്തായിരിക്കും അതിനകത്ത് മറുപടി അയക്കുന്നത്. അനുഭവം കേട്ടോ ദൈവമക്കളെ, അനുഭവത്തിൽ കൂടെ ഈ പ്രസംഗം എന്ന് പറയുന്നത്. ജീവിതത്തിനകത്ത് ഒത്തിരി നിന്ദകളും വേദനകളിൽ കൂടി കടന്നുപോയപ്പോ ഈ വചനത്തിന്റെ ശക്തിയാ, വാക്തത്വം. ഹല്ലേലൂയ. എന്റെ മാതാവ് മരിച്ചു കഴിഞ്ഞപ്പോ, ഹല്ലേലൂയ, ഞാൻ 10ാം ക്ലാസ്സിലായിരുന്നപ്പോ എന്റെ മാതാവ് മരിച്ചു. അന്ന് കേട്ട പ്രവചന ശബ്ദം ഏത് ദൈവദാസന്മാര് കടന്നു വന്നാലോ, ഏത് ദൈവദാസന്മാര് കടന്നു വന്നാലോ തലയെ കൈവച്ചൊരു ദൂതുണ്ടായിരുന്നു, നീ അനേക ദേശങ്ങളിലേക്ക് കടന്നു പോകും. സാഹചര്യങ്ങൾ എങ്ങനെയെന്ന് അറിയത്തില്ല, പഠിക്കണം, നല്ല രീതിയിലാകണം, നല്ല ജോലി ലഭിക്കണം, ഈ കഷ്ടപ്പാടുകളൊക്കെ മാറണം. സുവിശേഷ വേലയുടെ കഷ്ടപ്പാടുകളും ഓരോ പാസ്നേജുകളിലും ഓരോ വാടക വീടുകളിലും നിന്ന അനുഭവങ്ങളൊക്കെ ഒത്തിരി വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. ഒരിക്കലും ഈ ഒരു വേലയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞ് ചിന്തിച്ചോ. പക്ഷെ തലമേൽ കിടക്കുന്ന ഒരു വാക്തത്വം, ഹല്ലേലൂയ, മുന്നോട്ട് ദൈവം നടത്തിയതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. ഏതു പ്രതിസന്ധികളെയും നിങ്ങളുടെ മേൽ ഒരു വാക്തത്വം ഉണ്ടെങ്കിൽ, ഒരു വചനം പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രിയ ചെയ്യാതെ എന്റെ ദൈവം മടങ്ങി വരത്തില്ലെന്ന ഇന്ന് രാത്രികാലം ദൂത് വിളിച്ചു പറയാ. പ്രിയദാസനോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ. ഒരു വചനത്തിന്റെ വെളിപ്പാട് ദാസനെ നിന്റെ മേലുണ്ട്. വചനത്തിന്റെ വെളിപ്പാടുകൾ നിന്റെ മേൽ കിടക്കുക. വചന ദർശനത്തോടെ വെളിപ്പാടോടെ ദിവസങ്ങൾ നീ എഴുതണം. ദൈവാത്മാവിനെ കാണിക്കുന്നു. ചിലർക്ക് എഴുതാൻ ദൈവാത്മാവിനെ കാണിക്കുന്നു. അരകമാ ഹത്തുനിയ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. സമാപ്തിയിലേക്ക് അത് ബന്ധപ്പെടുക. അത് വരും കേട്ടോ, നിശ്ചയമായിട്ടും അത് വരും. ധാരകൾ കടത്തി ചോദിച്ചില്ലയോ, ഒത്തിരി ദൂത് കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രവചന ശബ്ദം കേട്ടിട്ടുണ്ട്. എന്നാൽ കർത്താവെ പലതും എന്ത് നടക്കാത്തെന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന്റെ നടുവിൽ ദൈവാത്മാവിനോട് പറയുന്നു, 3 മാസത്തിനുള്ളിൽ ചില ദൈവ പ്രവൃത്തികളും ദൈവിക വാക്തത്വങ്ങളും നിന്റെ കണ്ണാലെ ഞാൻ കാണിക്കുന്ന ദൈവം മാത്രമേ ശക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. വിശ്വാസത്തിന് വേണ്ടി നീ ഇറങ്ങി തിരിച്ചു. അബ്രഹാം ഇറങ്ങിയതുപോലെ നീ ഇറങ്ങി തിരിച്ചതാ. വിളികേട്ട് നീ ഇറങ്ങി. എന്ന ജീവിതമാകുന്ന പ്രതിസന്ധിക്കകത്തോ പ്രതികൂലങ്ങൾ കയറി വന്ന് ഇരച്ചു കയറുന്നത് പോലെ, തിരവള്ളി കയറുന്നത് പോലെ തള്ളിവിട്ട ചില പ്രതിസന്ധികളും അതിന്റെ വെല്ലുവിളികളോ, പക്ഷേ അതിന്റെ അകത്തിലും ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കണ്ണാലെ കാണിച്ചോ. ഇന്നുവരെ വീഴാതെ താഴാതെ നിർത്തിയെങ്കിൽ ശക്തമായ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. വചന വെളിപ്പാടോടെ ദർശനത്തോടെ ഇതുവരെ കാണാത്ത ചില മേഖലകളിൽ, ഇതുവരെ ചെയ്യാത്ത ചില ശുശ്രൂഷയുടെ മേഖലകൾ, പാന്താവുകളിലേക്ക് കർത്താവ് നിന്നെ നടത്താൻ പോകുന്ന ശക്തമായ ആത്മാവ് ഇടപെടുക. ഇന്ന് രാത്രിക്കാൽ നീ വിശ്വാസത്തോടെ പറ, ചിലത് മുമ്പിൽ നിന്ന് വഴിമാറുക. മാനുഷ്യ കെണികൾ ദാസനെ നിന്റെ മുമ്പിൽ നിന്ന് വഴിമാറിപ്പോന്ന ദൈവാത്മാവ് ഇടപെടുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ആത്മാവ് പ്രാർത്ഥിച്ച് താഴ്ത്തി ഏൽപ്പിച്ചാട്ടെ. ദൈവമക്കളെ കർത്താവെ സമർപ്പിക്കുന്നെന്ന് പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളോട് ഇടപെടട്ടെ. അരകമന ഹന്തുലിയ രകൽക്കടകസ്യാര ഒരു ദൈവപ്രവൃത്തി ദിവസങ്ങളുടെ ജീവിതത്തിനകത്ത് ഓരോ മേഖലകളിൽ വെളിപ്പെടുക. നേരെ ഖേരികത്തുരിയാവ മാനുഷ്യ വാക്ക് പറഞ്ഞ് നിന്നെ തളർത്തുമെന്നല്ല ദൈവമക്കളെ. അയ്യോ, മറ്റുള്ളവർ പറഞ്ഞ് നിന്റെ കുഞ്ഞു ഒന്നും രക്ഷപ്പെടത്തില്ല. നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? നീ എന്തിനാ ആരാധിക്കാൻ പോകുന്നത്? നീ എന്തിനാ ഇങ്ങനെ കേട്ടത് ഒന്നൊക്കെ പറഞ്ഞ് തളർത്തിയോ എന്ന ദൈവം പറയാ. ആ വാക്കുകളെല്ലാം നിന്നെ തളർത്തി ക്ഷീണിപ്പിച്ചു. നിന്റെ കുടുംബത്തിൽ തന്നെ വാക്കുകൾ നിനക്കെതിരെ കടന്നു വന്നു. പക്ഷെ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാ, എത്ര വാക്കുകൾ നിന്നെ തളർത്തിയാലോ നിന്റെ മേലെ അഭിഷേകമുണ്ട്. അഭിഷേകം നിന്നെ വലുതനാക്കും. അഭിഷേകം നിന്നെ വലിയവനാക്കോ. അഭിഷേകം നിന്നെ വലിയവനാക്കോ. രാത്രികാലം ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നവരോട് ആത്മാവ് ഞാൻ വിളിച്ചു പറയാ, അഭിഷേകം നിന്നെ വലിയവനാക്കോ. ആത്മശക്തി നിന്നെ വലിയവനാക്കും. നാം വലിയവനാകാൻ പോകണ്ട കേട്ടോ. നാം ഒരിക്കലും വലിയവനാകാൻ പോകരുത്. സമയമാകുമ്പോ ദൈവം ഓരോ ഇടങ്ങളിലേക്ക് അയക്കുന്നത് എന്താണെന്നറിയാമോ? നിന്റെ മേൽ പകർന്ന അഭിഷേകം. 2015 ഞങ്ങൾ 7 ദിവസം ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവാത്മാവ് യോഗത്താല ദൈവാത്മാ എനിക്കൊരു വെളിപ്പാട് തന്നു. ഒരു സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ ഒരു ദിവസം വലിക്കുന്ന ഒരു സെൻട്രൽ പാസ്റ്റർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെൻട്രൽ പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു കൺവെൻഷന്റെ സമയത്ത് അല്ലെങ്കിൽ ലേഡീസ് മീറ്റിംഗ് ശുശ്രൂഷിക്കണമെന്ന്. അല്ലെങ്കിൽ നമ്മളൊന്ന് ദൈവമക്കളെ അന്ന് മുതൽ അനേക സ്റ്റേജുകളിൽ നിർത്താൻ തുടങ്ങി. എന്ന് വെച്ചാൽ നമ്മളിൽ ഒരു അഭിഷേകം ഉണ്ടെങ്കിൽ അഭിഷേകം നമ്മെ വലിയതാക്കും. നാം വലുതാകാൻ പോകണ്ട. അയ്യോ, എന്നിലൊരു അഭിഷേകം ഉണ്ടെന്ന് തെളിയിക്കാനേ പോകണ്ട. ഞാൻ കറക്റ്റ് ആണെന്ന് പറയാനേ പോകണ്ട. അഭിഷേകം നിന്നെ വലിയവനായി. ഇന്ന് രാത്രി ആ ദൂതേറ്റെടുക്കാൻ നിന്നിലുള്ള അഭിഷേകത്തെ കുറയ്ക്കാനാ സാത്താൻ നോക്കുന്നത്. നിന്നെ തകർക്കാനാ സാത്താൻ നോക്കുന്നത്. ദൈവ
ദൈവം ഇന്ന് രാത്രി ദൂത് വിളിച്ചു പറയാ, ഈ വചനത്തിൽ കൂടെ ദൂത് വിളിച്ചു പറയാ, അഭിഷേകം എന്നെ വലിയവനാക്കാൻ പോവാ. Laramdi, humble, proud, വേദികടച്ചന ജോസ്പാസിനോട് കർത്താവിന് ദൂത് വിളിച്ചു പറയുന്നു, കർത്താവിന്റെ ദാസനെ നിന്റെ എളിമ ഞാൻ അറിയുന്നു, നിന്റെ താഴ്മ ഞാൻ അറിയുന്നു, എളിയവരെ ആദരിക്കുന്നതും എളിയവരെ കരുതുന്നതും ഞാൻ അറിയുന്നു. പക്ഷേ മാനുഷ്യ വെല്ലുവിളികൾ പലപ്പോഴും നിന്നെ തകർക്കാൻ നോക്കി, ഇല്ലാതാക്കാൻ നോക്കി. പക്ഷെ ദൈവമാ നിന്നെ ഉയർത്തിയത്, ദൈവമാ നിന്നെ കരം പിടിച്ചത്, കൈക്ക് പിടിച്ച് ഇതുവരെ നിർത്തിയെങ്കിൽ ശക്തമായ ദൈവാത്മാവ് ഇടപെടുക. ഒരു വലിയ ദൈവ പ്രവർത്തിക്കാൻ നീ ഒരുങ്ങിക്കൊള്ളുക. അരകൽ കടക ചൂര നെഹമ്യാ കുറെ കരഞ്ഞു, കുറെ ഉപവസിച്ചു, കുറെ നാൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നെഹമ്യാന്റെ ടൈമിൽ മറുപടി കിട്ടിയില്ല. ദൈവാത്മാവിനോട് ദൂത് പറയാ, അന്തലധാര ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ ദിഗന്ധരസ്യ കുറെ ഉപവസിച്ചു, കുറെ കരഞ്ഞു. ആരാരകസ്യ അവൻ എവിടെ പോയാലും അവന് സ്വസ്ഥതയില്ല. കാരണം എന്താ? പിതാക്കന്മാർ ഉള്ള പട്ടണത്തിന്റെ അനുഭവം ഓർക്കുമ്പോൾ ദുഃഖങ്ങൾ, നിരാശകൾ. പക്ഷേ രാജാവിനോട് ദൈവം ഇടപെട്ടെങ്കിൽ ഇന്നു രാത്രി ശക്തമായ ദൈവാത്മാവ് ഇടപെടുക. ചില രാജാക്കന്മാരോട് ഇടപെട്ട നിനക്ക് വേണ്ടി ചില വാക്തത്വങ്ങൾ, ചില മറുപടികൾ, നീ കരയുന്ന വിഷയത്തിനകത്ത് ചില വാക്തത്വങ്ങൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ ചിലതിനോട് ദൈവം ഇടപെടുമെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവിനെ മാനിക്കുന്ന സമയങ്ങളാ. ജീവരകരഘടകസ്യാരവ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, കരയുന്ന ദൈവമക്കളെ, ദൈവശക്തി നമ്മളെ ഉയർത്തും, ദൈവശക്തി നമ്മളെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. ആത്മശക്തിയാ ഇന്ന് രാത്രികാലം എത്ര പേർ നിറയാൻ തയ്യാറാകണം? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം ആത്മശക്തിയാ നിറയാൻ തയ്യാറായ മുമ്പിലുള്ള വെല്ലുവിളികളെ ദൈവം തകർക്കും. ഹല്ലേലൂയ. ഒന്ന് മാനുഷിക ശക്തി, രണ്ട് സാത്താന്യ ശക്തി. ഹല്ലേലൂയ. സാത്താന്യ ശക്തികളുടെ മേൽ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ മേൽ ഒരു ആത്മശക്തി വേണം. ഹല്ലേലൂയ. അതല്ലേ മത്തായി സുവിശേഷം 17-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ സാത്താന്യ ശക്തിയോട് ജയിക്കണമെങ്കിൽ നമ്മളിൽ ഒരു ആത്മശക്തി വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അത് എത്ര പേർ തിരിച്ചറിയുന്നു? ഹല്ലേലൂയ. നമ്മുടെ മേലൊരു ആത്മശക്തിയുണ്ട്. സാത്താന്യ മണ്ഡലങ്ങളെ, സാത്താന്യ ശക്തികളെ, സാത്താന്യ പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ജയിക്കാൻ ഒരു ആത്മശക്തി ദൈവം എന്റെ മേൽ തന്നിട്ടുണ്ട്. സ്വതം 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 വിശ്വാസത്തോടെ പറഞ്ഞേ, എന്റെ മേൽ അത് തന്നിട്ടുണ്ടെന്ന് ഉറപ്പ് നിങ്ങൾക്ക് വരണം. ഹല്ലേലൂയ. ലോകത്തിലുള്ളതിനേക്കാൾ വലിയ ഒരുവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ലോകത്തിലുള്ളതിനേക്കാൾ വലിയ ഒരുവൻ എന്റെ മേലുണ്ട്, എന്റെ ഉള്ളിൽ വസിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുന്നത്, അത് ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിയാം. അതാണ് നാം പറയുന്നത്. ഉള്ളിലുണ്ടെങ്കിൽ അത് ക്ഷീണിച്ചു വാടി അവിശ്വാസം പറഞ്ഞ് പിറുപിറുത്തിരിക്കാനുള്ളതല്ല. ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞവര് ഏത് പ്രതികൂലത്തെ മുന്നോട്ടിറങ്ങും. സ്തോത്രം സ്തോത്രം പറയും. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആത്മാവില തമ്മിൽ സംസാരിച്ച് വാഗ്വാദമിട്ട് കീഴ്പ്പെടുത്താനല്ല, മിണ്ടാതിരുന്ന ദൈവമെന്ന് അറിഞ്ഞ് നീ പ്രാർത്ഥിച്ച ദൈവം പറയാ ആത്മശക്തി എന്താന്ന് തെളിയിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇത് രുചിച്ചറിഞ്ഞവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കാമെന്ന് ഹല്ലേലൂയ പരിമലേന്ന് ഹല്ലേലൂയ കുഞ്ഞ് ഇപ്പോൾ ജോലി ചെയ്യുക. സ്തോത്രം. നടുവ് ഹല്ലേലൂയ ഭയങ്കര ബുദ്ധിമുട്ട്, അവന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവൻ ജോലി ചെയ്യാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ ഇവിടെ കിടന്നു വന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ അവൻ ഹസ്ബൻഡ് തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അവൻ ആത്മാവിൽ തുള്ളിച്ചാടാൻ തുടങ്ങി. അവൻ ആത്മാവിൽ തുള്ളിച്ചാടിയപ്പോൾ ഹല്ലേലൂയ പരിമലക്കാര് പറഞ്ഞത്, തലേ ദിവസം പറഞ്ഞത് ഓപ്പറേഷനും ഡേറ്റ് എടുക്കാം, നടുവിന് ഓപ്പറേഷനും ഡേറ്റ് എടുക്കാം ബാ എന്ന് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ ഡേറ്റ് ഫിക്സ് ആക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ഈ പൈതന്റെ മേൽ ഒരു ആത്മശക്തി വന്നപ്പോ ഇവൻ തുള്ളിച്ചാടാൻ തുടങ്ങി, ആത്മാവിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തം ചെയ്തപ്പോഴാ അല്ലെങ്കിൽ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് വെള്ളവും കൊടുത്തു. ഇവൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോയി ഡേറ്റ് എടുക്കാമെന്ന്. ഡോക്ടർ പറഞ്ഞു ഇന്നടത്ത് വേദനയുണ്ടോ? പിന്നെ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോഴാ മനസ്സിലായത് ഇന്നലത്തേതായ അനുഭവങ്ങൾ ഒന്നും അവനില്ലാഞ്ഞിട്ട്. അല്ലെങ്കിൽ ഡോക്ടർ പറയാ നീ
ഇനി എന്തിനാ ഓപ്പറേഷൻ ചെയ്യുന്നത്? കുറച്ച് മരുന്ന് ഞാൻ തന്നുവിടാം, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. നമ്മളിൽ ആത്മശക്തി വെളിപ്പെടുമ്പോ അതിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മ മണ്ഡലമുണ്ടല്ലോ, ഇന്ന് രാത്രി ചിലതിനെയൊക്കെ പിടിച്ചു വെച്ചിരിക്ക. ആരാധിപ്പിക്കത്തില്ല, പ്രാർത്ഥിപ്പിക്കത്തില്ല, പ്രാർത്ഥിക്കണ്ട, പഴയതുപോലെ പ്രാർത്ഥിക്കാൻ വയ്യ, ആരാധിക്കാൻ വയ്യ. എന്നാ ഇന്ന് രാത്രിക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പറ, കർത്താവേ എനിക്കൊരു പഴയ ആത്മനിറവ് തരണമെന്ന് പറ. സാത്താന്യ മണ്ഡലങ്ങളെ ജയിക്കണമെങ്കിൽ ഇന്ന് രാത്രിക്കാലം പഴയത് പോലെ കേട്ടോ. ഇന്ന് രാത്രിക്കാലം പുതിയൊരു അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങൾ ദൈവജനം കയറാൻ തയ്യാറായ ദൈവാത്മാവിനെ ഞാൻ വിളിച്ചു പറയാ, നിങ്ങൾ പിടിച്ചുകൊട്ടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല, ഒരു ദുഷ്ടന് കഴിയത്തില്ല. എവിടേക്കാണോ അല്ലെങ്കിൽ കുറവ് സംഭവിച്ചത്, എവിടേക്കാണോ നഷ്ടങ്ങൾ സംഭവിച്ചത്, എവിടേക്കാണോ നമ്മുടെ ജീവിതത്തിനകത്ത് പരാജയം വന്നത്, ഇന്ന് രാത്രികൾ ദൈവത്തോട് പറയാൻ, ദൈവമേ എന്റെ ജീവിതത്തിനകത്ത് ഇന്ന പരാജയങ്ങൾ വന്നുപോയി, എന്നോടത് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രികാലം പറയാൻ തയ്യാറായ സ്വർഗം പറയാ. അല്ലെങ്കിൽ നീ നിന്റെ വഴിക്കൊന്നും പോകാൻ പറയത്തില്ല. യേശുപ്പച്ചൻ ആരാന്നറിയാമോ? സ്തോത്രം. ഇത്ര സ്നേഹിക്കുന്ന യേശുവിനെ കാണാൻ ഇടയായത്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഈ പുസ്തകം എടുത്തു ചുമന്ന് ചിലപ്പോൾ തലേ കൈവച്ചു, ഈ പുസ്തകം ഈ ചുമക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിച്ചിട്ട് ലോകത്തിൽ പോഷത്വമായി ഇതിനെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്നു രാത്രികാലം എന്റെ യേശുപ്പച്ചൻ നമ്മെ തള്ളിക്കളയത്തില്ല കേട്ടോ. ഇന്ന് രാത്രികാലം എന്റെ മോനെ മോളെ എന്ന് വിളിച്ച അടുത്തിരുത്തി നിന്റെ കുറവെന്തെന്ന് മനസ്സിലാക്കി തന്നിട്ട് അപ്പം പറയും, ഇനിമേലോ നീ പാവം ചെയ്യാതിരുന്നാൽ ഞാൻ നിന്നെ പഴയതിനേക്കാൾ ഇരട്ടി ബലത്തോടെ ഇരട്ടി ശക്തിയോടെ ഞാൻ നിന്നെ നിർത്തുമെന്ന് പറയുന്ന ഇത്ര സ്നേഹിക്കുന്ന ഈ അപ്പനെ പോലെ വേറൊരു അപ്പനില്ല. ഇന്ന് രാത്രികാല അപ്പനോട് ദൈവം പറഞ്ഞേ, അപ്പ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആത്മനിറവിൽ പറ്റുന്നില്ല. അപ്പ എവിടാണ് കർത്താവേ? എന്നെ പലവിധമായ ചിന്തകളിട്ട്, വിചാരങ്ങളിട്ട്, നാളേക്കുള്ള ചിന്തകളിട്ട് എന്റെ ആവശ്യകത്തെ മൂടിപ്പോയി. അത് കാരണം എന്നെ സാത്താൻ അല്ലെങ്കിൽ എന്റെ മേൽ വെല്ലുവിളിച്ചോണ്ടിരിക്കുക, എന്നെ ക്ഷീണിപ്പിച്ചോണ്ടിരിക്കുക, അവിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക, നിരാശ വന്നോണ്ടിരിക്കുക. എന്തിനാ പ്രാർത്ഥിക്കുന്നെന്നുള്ള തോന്നൽ വന്നോണ്ടിരിക്കുക. ഇന്ന് രാത്രിക്കാലം ഞാൻ വിവേചിച്ചാ പറയുന്ന കേട്ടോ. ഞാൻ ഇതൊന്നും പ്രസംഗിക്കാനിരുന്നതേ അല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവാത്മാവി വിവേചിച്ചാ പറയുന്നതാ. നിരാശ കൂടി, അവിശ്വാസം കൂടി, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പോകാനും മടിയ, കാല് വയ്യ, കൈക്ക് വയ്യ. എന്നാൽ ഇന്ന് രാത്രിക്കാലം നീ അതിനെ കുടഞ്ഞു കളയാൻ ഇന്ന് രാത്രിക്കാലം എത്ര തയ്യാറാകുന്നു. നിന്റെ മേൽ വ്യാപരിക്കുന്ന അക്ഷാരകത ക്ഷീണിപ്പിക്കുന്ന ആത്മനിയോഗങ്ങളിലേക്ക് കയറ്റത്തില്ലെന്ന് പറയുന്ന ഇരുട്ടിന്റെ വ്യാപാരത്തെ ഇന്ന് രാത്രി ഞാൻ പിതാവിന്റെയോ പുത്രന്റെയോ പരിശുദ്ധാത്മാവിന്റെ അധികാരമുള്ള നാമത്തിൽ രാത്രികൾ ചെന്ന് ഫ്രീ ആകുന്നു. പ്രാർത്ഥന കുറപ്പിച്ച യോഗങ്ങളിലേക്ക് കയറ്റി വിടത്തില്ലെന്ന് വാദിക്കുന്ന സാധാന്യ വെല്ലുവിളികൾ വർഷങ്ങളങ്ങനെ കൂനി കൂനി ദൈവശക്തിയെ ദൈവികമായ ആത്മനിറവിനെ മനസ്സിലാക്കിയിട്ടും അത് നമ്മളിൽ വ്യാപരിച്ച് നിൽക്കാൻ കഴിയാതെ വണ്ണം ഇരുട്ടുമൂടി കിടക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ യേശുവിന്റെ നാമത്തെ രാത്രികൾ ദൈവാത്മാവ് നിയോഗം തരിക. രോഗമണ്ഡലങ്ങളുടെ ഇന്ന് രാത്രി കൈവെക്ക. സ്വർഗം ഇന്ന് രാത്രി തൊടുക. രോഗശാന്തിയും ആരോഗ്യവും ദൈവം ഇന്ന് രാത്രി തരിക. 18 വർഷമായി കൂനി ആലയത്തിനകത്തായി ഇരിക്കുന്നത് ദിവസവും അവള് വരുന്നുണ്ടായിരിക്കാം. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിച്ച പ്രവാചകനും പറഞ്ഞു കാണും, പ്രവാചകനും പറഞ്ഞു കാണും. നീ എന്നും അങ്ങനൊക്കെ തന്നെ ഇരിക്കത്തുള്ളെന്ന് എന്നാൽ എന്റെ സ്വർഗം പറയാ, നിന്റെ സമയമായത് കേട്ടോ. ഇന്ന് രാത്രി നീ വിശ്വസിച്ചേറ്റെടുക്കേ. വിശ്വാസത്താൽ ഇത് വിടുതൽ പ്രാപിച്ചോണം. വിശ്വാസത്താൽ ആ വാക്തത്വം നീ പ്രാപിച്ചെടുത്തോണം. ഈ പുസ്തകത്തിലുള്ള വാക്തത്വങ്ങൾ ഓരോന്നും പ്രാപിച്ചെടുക്കുന്നത് വിശ്വാസത്താലാ. എന്റെ മേൽ അത് സംഭവിച്ചു, എന്റെ മേൽ അത് സംഭവിച്ചെന്ന് പറഞ്ഞ് വിശ്വാസത്താൽ ഏറ്റെടുക്ക.
ശബാരകഥ ചൂര കേറി വർഷങ്ങളായി കെണിയൊരുക്കിയത്, കുരുക്കൊരുക്കിയത്, നുവരൽ എന്ന് പറഞ്ഞ തലമുറയുടെ വിഷയമായിരിക്കാം, കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, ജീവിത ഭാരമായിരിക്കാം. കൂനി 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 നിന്നെ ജീവിപ്പിക്കയില്ലെന്ന് പറയുന്ന സാത്താന്യ വെല്ലുവിളിയെ അത് രോഗാത്മാവായിരിക്കാം, കുടുംബത്തിന്റെ പ്രശ്നമായിരിക്കാം, ഭവനത്തിന്റെ വിഷയമായിരിക്കാം, നാളുകളെ നിന്നെ നിരാശപ്പെടുന്ന വിഷയമായിരിക്കാം. ഇന്ന് രാത്രി നീ ആരാധിച്ചതിനെ ജയിക്കാൻ രഹസ്യ നീ വീടാണെന്നോ കുടുംബമാണെന്നോ ഒന്നും നോക്കാതെ ആത്മനിയോഗത്താല നാവ് തുറന്ന് ആരാധിച്ചേ. രൂത്ത് അല്ലല്ലോ, രൂത്ത് ആന്റിയോട് ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാ, പോരാടി ജയിക്കാൻ ദൈവാത്മാവ് ഒരു വിടുതൽ ഇന്ന് രാത്രി തന്നിരിക്കാം. നിന്റെ വയറിനകത്ത് ദൈവം തൊടുന്നു. നാളുകളെ വയറിനോ നടുവിനെ ബന്ധിച്ചു കെട്ട് രോഗബന്ധനം ഇന്ന് രാത്രി അഴിച്ചുവിടുക ദൈവാത്മാവ്. ഹൽക്കടകസ്യ രാജു ഫിലിപ്പ പ്രിയദാസൻ, നിനക്ക് ആത്മനിയോഗത്താൽ നിർത്താൻ കഴിയാതെ വേണം ഒതുക്കി ഒരിടത്ത് കെട്ടിവെച്ചിരിക്കാം. എന്നാൽ ദൈവാത്മാവ് കയറും കൊണ്ട് കെട്ടിയെങ്കിൽ അത് പുറത്തു വരിക. ശബര ഹൽക്ക പുറത്തുവാദിയല്ല റേദിയ രക്ഷസി ആത്മനിയോഗത്തിലേക്ക് നീ കടന്നുവാ. ദൈവം രാത്രി നിന്റെ നെഞ്ചിനകത്ത് തൊടുന്നു. ചില രോഗബന്ധങ്ങൾ ഇതിനകത്ത് നിന്ന് അഴിച്ചുവിടുക ദൈവാത്മാവ്. മടുത്തുപോയ മണ്ഡല സിമി സാറ തോമസ് പ്രിയാന്റിയോട് ദൈവാത്മാവ് ദൂത് പറയുക. മടുത്തുപോയ ചില മേഖലകൾ ക്ഷീണിച്ചുപോയി, മടുത്തു എന്ന ദൈവാത്മാവിനോട് പറയുന്ന രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന എന്റെ വൃതന്മാരുടെ കാര്യത്തെ ദീർഘക്ഷമയുള്ളവനാ, പക്ഷെ വേഗത്തിൽ നിനക്ക് വേണ്ടി ഉത്തരം തരാൻ പോവാ. ശ്യാമൻ ഹൽക്കട ജാലക് നീർന്ന ചില വിഷയങ്ങൾ, നീർന്ന വിഷയമായി രാത്രി നീ കടന്നു വന്നിരിക്കും. സ്വർഗമനെ തൊടുന്ന ദൈവാത്മാവ് ദൈവിക സാന്നിധ്യം ഇതിന്റെ അകത്ത് ഇറങ്ങുന്നു. ഷാമന ഹൽക്ക നാളുകളെ വർഷങ്ങളെ നിന്നെ ഞെരുക്കിയതാ. പ്രാർത്ഥനയും ആഗ്രഹമുണ്ട് അല്ലല്ലോ പ്രിയ ബ്രദറിനോട് ദൈവാത്മാവ് ദൂത് പറയാ. ചിലർ ഞെരുക്കി കളഞ്ഞു, മണ്ണിട്ട് മൂടി കേട്ടോ. പക്ഷെ ദൈവം പറയാ സമയം കഴിഞ്ഞു, ദൈവം നിന്നെ പുറത്തെടുക്കാൻ പോവാ. ഞെരുക്കിയത്, മണ്ണിട്ട് മൂടിയത്, തകർത്ത് കളഞ്ഞ ഫെലിസ്ത്യ മല്ലന്മാരുടെ ശക്തിയെ, ഗരാർ നിവാസികളുടെ ശക്തികളെ നീ ക്ഷീണിച്ചു പോകരുത്. നീ വീണ്ടും കുഴിക്ക് ഒരു രഹബോത്ത് നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് പ്രാർത്ഥിച്ചട്ടെ. ആത്മാവ് ദൈവജനം പ്രാർത്ഥിച്ച അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം രാത്രി വിഷയങ്ങൾക്കകത്ത് ചലിക്കാൻ പോവാ. സൂമാൻ നോക്കരുത്. ആത്മനിയോഗത്തെ കരമടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു ദൈവിക ശക്തി സാത്താന്യ മണ്ഡലം വരെ നീ എഴുന്നേൽക്കരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ ആരാധിക്കരുത്, നീ ഉപവസിക്കരുത്, നീ ജീവിക്കരുത്. പക്ഷെ ആരാധിക്കരുത്, പ്രാർത്ഥിക്കരുത്, വിശ്വാസം വർദ്ധിപ്പിക്കരുത്. അച്ഛനതേ ഇതിനെ ജയിക്കുന്നത് വിശ്വാസത്താലും ആത്മശക്തിയാല. ആത്മശക്തി ഇതിനകത്ത് വെളിപ്പെടുക. ജനത്തെ മടിപ്പിക്കുന്ന, ജനത്തോട് പോരാടുന്ന, വാസ്തവങ്ങളിലേക്ക് കയറ്റിപ്പിക്കുകയെന്ന് പറയുന്ന ആ ഇരുട്ടിന്റെ വെല്ലുവിളിയെ ഇന്ന് രാത്രി സ്വർഗ്ഗം അഴിച്ചുവിടുന്നു. 18 വർഷമായ വിഷയം യേശു എന്ത് ചെയ്തു? ആ രോഗത്തെ ശാസിച്ചു, രോഗാത്മാവിനെ ശാസിച്ചു, അതിന്റെ പുറകിലുള്ള സാത്താന്യ ശക്തിയെ ശാസിച്ചു. അത് 3 തലം അവിടെ വെളിപ്പെടുത്തുന്നതാ. അല്ല ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിക്കും. 3 വ്യാപാര ശക്തികൾ, രോഗമുണ്ട്, രോഗാത്മാവുണ്ട്, അതിന്റെ പുറകിൽ വ്യാപിച്ച സാത്താന്യ ശക്തിയുണ്ട്. അതിനോട് പറയാ, യേശുവിന്റെ നാമത്തിൽ സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ സാത്താൻ ചില ബന്ധനങ്ങൾ കൊണ്ടിടുക, എന്നാൽ അതിനെ അഴിക്കുന്നത് യേശുവിന്റെ ശബ്ദമാ. യേശുവിന്റെ ശബ്ദം എന്താ? വചനത്തിന്റെ ശബ്ദമാ. എത്ര പേർക്ക് രാത്രി തിരിച്ചറിഞ്ഞു ഈ വചനത്തിൽ കൂടെ ദൈവം എന്റെ വിഷയത്തിനകത്ത് ചലിച്ചെന്ന്? എന്റെ കുഞ്ഞിന്റെ വിഷയം, അടുത്ത വിഷയം, മുന്നോട്ടുള്ള ഗമനത്തെ, ആത്മമണ്ഡലങ്ങൾ അതിനകത്ത് ചലിച്ചത് എത്ര പേർ വിശ്വസിക്കുന്നു? ഞെരുക്കി കളയുന്ന മേഖലകൾ, നിന്റെ തലമുറയുടെ ഉള്ള വാക്തത്വം നിവർത്തീകരിക്കാതെ വേണം ബന്ധിച്ചു കെട്ടിയ ബന്ധനങ്ങളുടെ കർത്താവ് ഇന്ന് രാത്രി സൗഖ്യമാക്കി. ഇന്ന് രാത്രി വിശ്വസിക്കേ. അശോകൻ ഹല്ലേലൂയ പ്രിയമാനോട് ദൈവാത്മാവ് ദൂത് പറയാ. ചില വിഷയത്തിനകത്ത് ദൈവം വിടുതലയച്ചിരിക്കുക. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കെ കർത്താവ് ഇന്ന് രാത്രി പ്രവർത്തിച്ചിരിക്കുക. യേശുവിന്റെ നാമത്തില് അതങ്ങ് ഏറ്റെടുക്കുമ്പോഴെന്ത് ചെയ്യും? അത് സംഭവിക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ പ്രിയാലിസാന്റിയെ, നീ ഒറ്റയാണെന്ന് നീ ചിന്തിക്കുന്ന എന്തിനാ? ഒറ്റയ്ക്കല്ല, നിന്റെ ദൈവിക കരുതലുണ്ട്. ഏകയാണെന്ന് എന്തിനാ ചിന്തിക്കുന്നത്? എനിക്ക് ആരുമില്ലെന്ന് എന്തിനാ ചിന്തിക്കുന്നത്? നിനക്കൊരു ദൈവമില്ലയോ? ആ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചേ. ആ ദൈവം പറയാൻ നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന്. രാത്രി നീ ഏകയല്ല, നിനക്കൊരു
ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് രാത്രികാലം വിശ്വസിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ സാത്താന്യ ശക്തികളെ ജയിക്കുവാ ഒരു ദൈവശക്തി വേണം. ഹല്ലേലൂയ. മനസ്സിലായോ ദൈവമക്കളെ? അല്ലെ, മാനുഷ്യ ശക്തികളെയും സാത്താന്യ ശക്തികളെയും ജയിക്കണമെങ്കിൽ ഈ രണ്ട് ശക്തികളെയും ജയിക്കുവാ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് കഴിയും. മനസ്സിലായോ? ആ ദൈവശക്തി എവിടെ ഇരിക്കുന്നു? നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. യെസ്, ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. 24-ാം അധ്യായം 49 ഞാൻ വായിക്കാം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. എന്താ ദൈവമക്കളെ? നമ്മുടെ മേല് ദൈവം ചെയ്ത വാഗ്ദത്തമാ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് എന്ത് ചെയ്യുന്നു? ഉയരത്തിൽ നിന്ന് നമുക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. അതാണ് നമ്മൾ അതാ പറയുന്നത്. കണ്ണടച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ വെച്ചു. 7 ദിവസം ഞങ്ങളുടെ പ്രയർ ഹോളില് സൺഡേയും ഇല്ല, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഇല്ല. ബാക്കി 5 ദിവസം രാവിലെയും രാത്രിയിലും പ്രാർത്ഥന വെച്ചു. അതിന്റെ അകത്ത് വർഗീസ് ബൈപ്പാസ് കായംകുളത്തുനിന്ന് വന്നു. ഞങ്ങളെ എവിടെ വിളിക്കുന്നത് ഇവിടെ വന്നു. ഒരു ദിവസം രാവിലെ ശുശ്രൂഷിച്ചു. 5 പേർ ആത്മാവിൽ അന്യഭാഷയാൽ നിറയപ്പെടുവാൻ. ഒരു അച്ചായന് ഒരു 55 വയസ്സുണ്ട്. അച്ഛൻ ആത്മനിയോഗത്താൽ അന്യഭാഷ സംസാരിച്ചു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഈ ഒരു കുഞ്ഞു പൈതൽ, അവള് 9-ാം ക്ലാസ്സിൽ പഠിക്കാൻ പ്രയർ ഉള്ളത് കൊണ്ട് അവള് സ്കൂളിൽ പോയില്ല. അവൾ അഭിഷേകത്താന്ന് പറഞ്ഞു. 5 പേരങ്ങനെ ആത്മാവിന്റെ നിയോഗത്താല് അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറയാ, ഇന്നും അതുണ്ട്. അതൊരിക്കലും തീർന്നു പോയിട്ടില്ല. അതല്ലേ വായിക്കും, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അല്ലെ, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന വചനത്തെ ഇന്ന് രാത്രി തൂത് വിളിച്ചു പറയാ. നമ്മുടെ മേൽ ഒരു അഭിഷേകമുണ്ട്, ആത്മശക്തിയുണ്ട്. അത് ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞിട്ട് പറയണം, എന്നെ കീഴ്പ്പെടുത്തുക. ലീലാമാമേ, എന്റെ കുടുംബത്തിനകത്ത് നീ പറഞ്ഞു നാവ് തുറന്നെന്ന് പറഞ്ഞാട്ടെ. എന്റെ കുടുംബത്തെ കീഴ്പ്പെടുത്താം, എന്റെ കുടുംബത്തിനകത്തുള്ള വിഷയത്തെ കീഴ്പ്പെടുത്താം പിശാചേ നിനക്ക് കഴിയത്തില്ല. കാരണം എന്താ? ഞാനൊരു ദൈവവേദന ഉയരത്തിലെ ശക്തിയാ. ഒരു മനുഷ്യൻ പകർന്ന ശക്തിയല്ല, ഒരു വ്യക്തി തന്ന ശക്തിയല്ല, എന്റെ ഉയരത്തിലെ അപ്പം പകർന്ന ശക്തിയാ. ആ ശക്തി എന്റെ മേൽ ഉള്ളപ്പോൾ ബാക്കി ഉള്ളതല്ല എന്റെ കാൽക്കിഴ ദൈവം ആക്കി തീർക്കും. യേശുവിന്റെ നാമത്തിൽ പറയണം കേട്ടോ. പറഞ്ഞതിനെ ജയിക്കണം. ചില വിഷയങ്ങളെ ജയിച്ച് കേറിക്കണം. ഹല്ലേലൂയ. ഉയരത്തിലെ ശക്തി ഹല്ലേലൂയ അത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ദൈവശക്തിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പൗലോസ് അതല്ലയോ പറയുന്നത്? 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 7-ാമത്തെ വാക്യം. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഈ ദൈവശക്തി നമ്മുടെ മേൽ ഉള്ളപ്പോ ലോകത്തെ ജയിക്കാൻ കഴിയും, സകലത്തെ ജയിക്കാൻ കഴിയും, ശത്രുവിനെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. രാത്രികാല ശത്രുവിനെ സകലത്തെയും ജയിക്കണമെങ്കിൽ ഈ ശക്തി നമ്മൾ വ്യാപരിക്കണം. അപ്പോസ്തല പ്രവൃത്തികൾ ഏതല്ലയോ 16-24 മുതൽ വാക്യം. പൗലോസും ശീലാസും എന്ത് ചെയ്തു? കാരാഗ്രഹം അവരൊരു ആരാധനാലയമാക്കി. സ്തോത്രം. കാരാഗ്രഹത്തിലെ ജീവിതം ഒരു ആരാധനാലയമാക്കിയപ്പോ അവരുടെ മേൽ എന്തോ വന്നു? ഹല്ലേലൂയ. അമാനുഷികമായ ഒരു ദൈവശക്തി ഉയരത്തിൽ നിന്ന് വ്യാപരിച്ചപ്പോ അവരുടെ മേൽ കയ്യെ കെട്ടിയത് മാനുഷ്യ ചങ്ങല, ബന്ധിക്കപ്പെട്ട ചങ്ങല, അല്ലെങ്കിൽ ഒരിക്കലും അടിക്കത്തില്ലെന്ന് പറഞ്ഞ ചങ്ങല. പട്ടാളം മുമ്പിൽ നിൽക്കുക. ഏത് മാനുഷ്യ കെണിയെയും അടിച്ചത് ഉയരത്തിന് വ്യാപരിച്ച ഒരു ദൈവശക്തിയാ. ഇന്നു രാത്രി നിന്റെ ജീവിതം കാരാഗ്രഹമാ, ഇരുട്ടായി എന്ന് പറഞ്ഞ് അയ്യോ ഇനി രക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒറ്റ കാര്യമുള്ളൂ, അയ്യോ ഞാൻ രക്ഷപ്പെടത്തില്ല. നെഗറ്റീവ് വാക്കുകളാ. പക്ഷേ അതിനെ നീ മാറ്റിക്കളഞ്ഞുകൊണ്ട് നീ പോസിറ്റീവായിട്ട് പറ, ഞാൻ രക്ഷപ്പെടും. എന്റെ മേൽ വ്യാപരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാ, ചെറിയ ശക്തിയല്ല. ഉയരത്തിലെ ദൈവശക്തി എന്റെ മേൽ ഉണ്ടെന്ന് അറിഞ്ഞ് തിരിച്ചറിഞ്ഞിട്ട് ഈ കാരാഗ്രഹം ഒരു ആരാധനാലയമാക്കിയ ദൈവാത്മാവിനെ വിളിച്ചു പറയാം. അതിനകത്ത് മാനുഷ്യ കെണികളെയോ ദുഷ്ട ശക്തിയെയോ ശത്രു പ്ലാൻ ചെയ്തത്, അവൻ പ്രീ പ്ലാനഡ് ആക്കിയത്
എല്ലാ ബന്ധനങ്ങളെയും ദൈവം അഴിച്ചു മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവളെ പുറത്തു കൊണ്ടുവരുക എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്ര. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നിന്നെ പുറത്തു കൊണ്ടുവരണോ? പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ നീ എഴുന്നേൽക്കണോ? പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ എഴുന്നേൽക്കണോ? ആ വിഷയത്തിനകത്ത് വിടുതൽ വേണോ? ഹല്ലേലൂയ. മാനുഷിക ശക്തി കൊണ്ട് കഴിയത്തില്ല, പണം കൊണ്ട് കഴിയത്തില്ല, പ്രതാപം കൊണ്ട് കഴിയത്തില്ല, വിടുതൽ കിട്ടത്തേ ഇല്ല. ഒറ്റ കാര്യം, പ്രാപിച്ചെടുത്ത ദൈവകൃപയെ ഒന്നുകൂടെ താഴ്ത്തി ഏൽപ്പിച്ച നീ കാത്തിരിക്കാൻ തയ്യാറായ നിന്റെ വിഷയം നീ ആത്മശക്തി വെളിപ്പെടുന്നോ ബാക്കിയുള്ളതെല്ലാം ഇതിനോട് ആത്മാവിൽ ആമേൻ പറഞ്ഞ രണ്ട് കാര്യം അടിച്ച് ആത്മാവിലൊന്ന് സ്തുതിച്ചാട്ടെ. സുരേഷ് പാസ്റ്ററെ, കർത്താവിന്റെ ഒരു മഹത്വം നിന്നിൽ വെളിപ്പെടാൻ പോവാ. രോഗബന്ധനങ്ങള് നടുവിനോട് പോരാടുന്നത് ദൈവം അഴിച്ചുവിടുക. ഇന്ന് രാത്രികാലം കർത്താവിന്റെ മഹത്വം ചില മേഖലകളിൽ ദൈവ ജനത്തിന് മേൽ ഇറങ്ങുക. അന്തൽ ഘടക ചൂടകരേരി അന്തൽ ഘടകസ്യ പി വി വർഗീസ് കർത്താവിന്റെ ബലം തരാൻ പോവാ. കർത്താവിന്റെ ബലം തരാൻ പോവാ. ഒരു ബലം ദൈവ ആത്മമണ്ഡലങ്ങളിൽ ഒരു ബലം ഇന്ന് രാത്രികാലം വെളിപ്പെടാൻ പോവാ. ഫിലിപ്പ് ജോൺസൺ ജോഷുവ ദൈവാത്മാവ് പറയുന്നു ചില ഇടുങ്ങിയ മണ്ഡലം മാറാൻ പോവാ. ക്ഷീണിച്ച മേഖല മാറാൻ പോവാ. ഹല്ലേലൂയ. ദൈവാത്മാവിനെ കാണിക്കുന്നത് ഹല്ലേലൂയ. വിത്തുണ്ട്, വിതച്ചു, പക്ഷെ മറ്റുള്ളവൻ കൊയ്യുന്ന മണ്ഡലം ദൈവം അഴിച്ചു മാറ്റി. നീ കൊയ്യുന്ന തലങ്ങൾ വെളിപ്പെടാൻ പോവാ. മറ്റുള്ളവരെ കൊണ്ടുപോവുക. വിത്ത് വിതച്ചു, പക്ഷേ കൊയ്യാറാകുമ്പോ നീയല്ല കൊയ്യുന്ന, മറ്റുള്ളവരാ. പക്ഷെ ദൈവം പറയുക നിന്റെ കൊയ്ത്തിനെ തടയുന്ന ചില ശക്തിയെ ദൈവം അഴിച്ചു വിടുക. എത്ര പേരകത്ത് ഒരു ആത്മനിയോഗങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ചില ശക്തികളെ, ചില വിഷയത്തിനകത്ത് വിടുതൽ വേണമെങ്കിൽ എന്റെ മേലൊരു ആത്മശക്തി വെളിപ്പെടണം. ഇന്ന് രാത്രികാല തിരിച്ചറിഞ്ഞ ആത്മാവിൽ ഇന്ന് രാത്രികാല പോരാടാൻ തയ്യാറായ സ്വർഗം പറയാ നിന്റെ കാരാഗ്രഹത്തിന്റെ അവസ്ഥയെ മാറ്റുക. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക. സകല പ്രതീക്ഷകളെയും മാറ്റുക. സകല ശത്രുവിന്റെ ചിന്തകളെ മാറ്റുക. ഊട്ടന്റെ ചിന്തകളെ മാറ്റുക. നീ പുറത്തു വരൂ. നീ പ്രസംഗിക്കരുത്, നീ പാടരുത്, നീ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ് ബന്ധിച്ചു കെട്ടിയതായിരിക്കാം. പക്ഷെ സ്വർഗം പറയാ എന്ന ഉയരത്തിലെ ശക്തി വ്യാപരിക്കുമ്പോ സ്വർഗം ആ കാരാഗ്രഹം പൊളിക്കുക, കാരാഗ്രഹം അഴിക്കുക, ചങ്ങല പൊട്ടുക, ആ ബന്ധനം അഴിയുക. ഇന്ന് രാത്രിക്കാർ ആത്മനിയോഗങ്ങളിലേക്ക് ഏറ്റെടുക്കട്ടെ. അരവേ ജഗത നിന്നെ ശക്തീകരിക്കുന്ന ഒരു ആത്മാവ്, നിന്നെ ബലപ്പെടുത്തുന്ന ആത്മാവ്, നിന്നെ തളർച്ച മാറ്റുന്ന ആത്മാവ്, നിന്നെ ക്ഷീണം മാറ്റുന്ന ആത്മാവ്, നിന്നെ നടത്തുന്ന ആത്മാവ്, നാളെ എന്തെന്ന് അറിയിക്കുന്ന ആത്മാവ്, ദർശനം തരുന്ന ആത്മാവ്, നിന്നെ മുന്നോട്ടുള്ള വഴി കാണിക്കുന്ന ആത്മാവ്. ഒന്ന് സമർപ്പിച്ചേ. യേശുവേ, യേശുവേ, ഞാനിതാ സമർപ്പിക്കുന്ന കർത്താവേ. ആത്മനിയോഗത്തിലേക്ക് കർത്താവേ എന്നെ നടത്തണമേ. ഞങ്ങൾ തെറ്റിപ്പോകുമ്പോ വഴിയിതാ എന്ന് കാണിക്കുന്ന ആത്മാവിന്റെ ശക്തിയാ കർത്താവേ. ദിവസങ്ങളെ ഞങ്ങളെ ഒന്ന് നിറയ്ക്കണേ എന്ന് പറഞ്ഞ ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ചട്ടെ. കർത്താവ് ചില മേഖലകളിൽ ഒരു വിടുതലയക്കാൻ പോവാ. മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ചില കെട്ടുകളെ, അതിന്റെ പോർവിളികളെ അടിച്ചു മാറ്റണമെങ്കിൽ നമ്മുടെ മേലൊരു ആത്മശക്തി വേണം. സമർപ്പിച്ചാട്ടതേ മക്കളെ. യേശുവിന്റെ നാമത്തിൽ ഭൂരകലഘടകസ്യാരവ കർത്താവേ, ഞങ്ങൾ പോകുന്ന വഴികളിൽ ഞങ്ങൾക്കെതിരെ വെല്ലുവിളികളുണ്ട്, പോരാട്ടങ്ങളുണ്ട്, പോർവിളിയുണ്ട്. പക്ഷെ അതിനെയൊക്കെ ജയിക്കണമെങ്കിൽ ഇന്ന് കേട്ടതുപോലെ ആത്മശക്തി ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞു കർത്താവ് എനിക്ക് കൊണ്ട് പറ്റത്തില്ല, ഞങ്ങൾ പറഞ്ഞു കർത്താവേ ഞങ്ങൾക്ക് പറ്റുന്നില്ല. പക്ഷെ ഇന്ന് കേട്ട വെളിപ്പാട്, വചന വെളിപ്പാട്, പറ്റാത്ത സാഹചര്യങ്ങളെ ഞങ്ങൾക്ക് ബലം തന്ന് നടത്തുന്ന ഒരു ആത്മാവുണ്ട്. പരിശുദ്ധാത്മാവേ, ആ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്, ആ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. ദുർഘടമേടുകൾ ആ മുമ്പിലുള്ളത്, പക്ഷെ അതിനെ സമഭൂമിയാക്കുന്ന ആത്മാവ് രാത്രികാലം ഞങ്ങളുടെ മേൽ വ്യാപരിക്കണം. സമ്പൂർണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന അവസ്ഥകളെല്ലാം മാറ്റി നീ ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കണം, വാതിലുകൾ തുറന്നു തരണം. കർത്താവേ, നീ ഞങ്ങളെ മാനിക്കണം, അത്ഭുതങ്ങളെ ചെയ്താട്ടെ, മറുപടി അയക്കണമേ. ഇന്ന് രാത്രികാലം കേട്ട തൂത് കർത്താവെ സമർപ്പിക്കുന്ന കർത്താവെന്ന് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവ് നമ്മെ മാനിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, സമ്പൂർണമായി ഞങ്ങളെ സമർപ്പിക്കും. ഇന്ന് കേട്ട ദൂതിനായി ആലോചനകൾക്കായി ഞങ്ങളെ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവേ നീ ഞങ്ങളെ നടത്തണം. ക്ഷീണിച്ച മണ്ഡലങ്ങളെ ജീവിപ്പിക്കുന്നത് വീണ്ടും ഞങ്ങളെ ജീവിപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോസ് പാസിനായ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തണം. രാത്രികാലം കൂടി വന്ന ദൈവജനത്തിനായി, ലീഡ് ചെയ്യുന്ന ദൈവദാസന്മാർക്കായി, ലീലാമാമയ്ക്കായി, ഇവിടെ ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കൾക്കായി അടിയങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു.
കർത്താവ് നടത്തണം, അത്ഭുതങ്ങൾ ചെയ്യണം, മറുപടി അയക്കണം. കർത്താവ് വീണ്ടും നടത്താൻ പോകുന്നതിനായി സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥന യാചനയും കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സമയം അനുവദിച്ചെന്ന കർത്താവിന്റെ ദാസന് കടന്നു വന്ന എല്ലാ ദൈവമക്കളും പ്രത്യേക ലീലാമാമയ്ക്കും ഹാലിൽ നന്ദി പറയുന്നു. നാളെ രാവിലെ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, രാവിലെ പോകണം, വെളുപ്പിനെ പോകണം. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ മീറ്റിംഗിന് എനിക്ക് 2 മക്കളാണുള്ളത്, അവരെ ഓർത്തും പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കും. കുട്ടിയുടെ പേരെന്തുവാ ശുശ്രൂഷിക്കുന്നത്? അച്ഛന്റെ പേരെന്തുവാ? ജെയ്സൺ. സ്റ്റാൻലിന്നും ഉണ്ട്, സ്റ്റാൻലി. ഇപ്പൊ ഏജിലാണോ ശുശ്രൂഷിക്കുന്നത്? പപ്പ ഇവിടെ ആനപ്പാറ ഏജി. ജോസ് പാസ്റ്റർ, ജോസ് ജേക്കബ്. മോന്റെ പേര് ലിജോ. എത്ര വർഷം ഏജി ശുശ്രൂഷിക്കുന്നത്? 40 വർഷത്തോളമാണ്. അത് തന്നെ പാസ്റ്ററിന് ശേഷം ഇരുന്ന. ഓക്കെ ഓക്കെ. ജോസ് പാസ്റ്റർ ആണോ അവിടെ ഇരുന്നത്? ഓ, എനിക്കറിയാം. ജോസ് പാസ്റ്റർ എവിടാ? ഞാനിപ്പോ ഈ വർഷം ചാർജ് എടുത്തിട്ടില്ല, സഭാർജില്ല. ഓ, നാട്ടിലാണോ? ഇപ്പൊ നാട്ടിലുണ്ട്. ഓക്കെ പാസ്റ്റർ, താങ്ക് യു, കാണാൻ പറ്റി. ഓക്കെ പ്രാർത്ഥിക്കാം. വർഗീസ് വാസ് പ്രാർത്ഥിച്ചാട്ട് കണ്ടായിരുന്നു, പ്രാർത്ഥിച്ച ആശീർവാദം പറഞ്ഞാട്ട്. വർഗീസ് പാസ്റ്റർ, PB വർഗീസ് പാസ്റ്റർ. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കാലം അനുഗ്രഹീതമായ മീറ്റിംഗിൽ പങ്കുചേരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവിന്റെ ശബ്ദം നിന്റെ ദാസരോട് കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, സഹോദരൻ ഹല്ലേലൂയ, വലിയ നിക്ഷേപം ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് ആക്കി വെച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ വ്യക്തമായത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് ആത്മാവിന്റെ ബുദ്ധിശക്തിയോടെ പുതുബലത്തോടെ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. മരുഭൂമിയാത്ര ദുഷ്കരം പിടിച്ച അവസ്ഥയാണ്, എന്നാൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകാതോണം, തളർന്നു പോകാതോണം കർത്താവിന്റെ ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ ദാസിയെ ശക്തീകരിച്ചാട്ട് അനേകരുടെ ആത്മീയ ഉണർവിനായി കർത്താവ് ഈ നാളുകളെ വിനിയോഗിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ജോസ് ഭാഷക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ശക്തീകരിച്ചു കൊള്ളണമേ, ബലപ്പെടുത്തണമേ. തന്റെ ഈ ക്രമീകരണം അനേകർക്ക് ആത്മീയ വർത്തനമായി തീരുവാൻ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കണമേ. വചന കേൾവി എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എല്ലാവരും അനുഗ്രഹമാക്കി തീർക്കണമേ. കർത്താവ്, അവിടുത്തെ ഏറ്റവും അടുത്തിരിക്കുന്ന നാളുകളിൽ ഞങ്ങൾ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ, പ്രശ്ന പ്രതികൂലങ്ങളെ കണ്ട് വാടിപ്പോകാതെ വേണം ആത്മാവിന്റെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി അധികം ഫലം കായ്ക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവകരങ്ങൾ ഞങ്ങൾ എല്ലാവരെയും പരമേൽപ്പിക്കുന്നു. കർത്താവെ, തുടർന്നുള്ള എല്ലാ നാളുകളിലും ദൈവ സാന്നിധ്യം കൂടെ ഇരുന്ന് ഞങ്ങളുടെ മീറ്റിംഗ് ഏറെ അനുഗ്രഹമാക്കി തീർക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപകളും പരിശുദ്ധാത്മാവിന്റെ ദൈവമായ കൂട്ടായ്മയ്ക്കാലും നമ്മോടേവരോടും ദൈവത്തിന്റെ വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസിയോടും കുടുംബത്തോടും എല്ലാ നാളും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഐശ്വര്യമായി കർത്താവിന്റെ വചനം ആത്മശക്തിയോടെ ശുശ്രൂഷിച്ച ദൈവദാസിയോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം തന്നെ ജനത്തിന് ശക്തി പകരുന്നു. ദൈവം തന്നെ ജനത്തിന് സമാധാനം നൽകുന്നു. അഭിഷേകത്താൽ നമുക്ക് ജയമുണ്ട്. മാനുഷിക ശക്തികളെ, പൈശാചിക ശക്തികളെ ഭയപ്പെടരുത്. ആത്മശക്തിയാൽ, ദൈവശക്തിയാൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ.